ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരൊന്നും അല്ല ഇത് പറയുന്നത്. ആൻ്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആംബിയറും ഇല്ല, ആൻ്റണി പറയത്തുമില്ല. എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട, അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആൻ്റണി. ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്, ആൻ്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്. അത് ചില താരങ്ങളാണ്, അവർ മുമ്പിൽ വരട്ടെ, അപ്പം നമുക്ക് സംസാരിക്കാം. ഇപ്പം 100 കോടി ക്ലബ് എന്ന് പറയുന്നത് 100 കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് 100 കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചിട്ട്, കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രോസ് കളക്ഷൻ അല്ല, വല്ലവർക്കും കിട്ടുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കില്ലല്ലോ. എക്സിബിറ്ററിന് കിട്ടുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിന് എഴുതാനൊക്കും. നമ്മുടെ കണക്ക് ബുക്കിൽ എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഷെയർ 1 രൂപ കളക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന 30 പൈസയാണ്, അല്ലെങ്കിൽ 25-നും 30-നും ഇടയ്ക്കുള്ളൂ. പബ്ലിസിറ്റിയും കൂടെ കുറച്ച് ഒരു 27 പൈസ പ്രൊഡ്യൂസറിന് വരത്തുള്ളൂ. ഇതൊരു സത്യമാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ ഉണ്ടായിരിക്കണം, അതൊക്കെ അങ്ങ് വേറെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവരെ ആരെയൊന്നും പേടിയൊന്നുമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചും. ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ഒക്കെ ചെയ്തത്. അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വിഷയമല്ല. അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? സംഘടനയുടെ തീരുമാനം, സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും കൂടെയുള്ള തീരുമാനമാണ്. പ്രൊഡ്യൂസേഴ്സ്, ഫിയോക്ക്, ഫെഫ്ക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും, അതിൻ്റെ പ്രമുഖന്മാരെല്ലാവരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നമസ്തേ. മലയാള ചലച്ചിത്ര മേഖലയിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി തുറന്നു പറഞ്ഞത് ഇത്രയും വലിയ അപരാധമാണോ? സൂപ്പർ സ്റ്റാറുകളുടെയും മറ്റ് താരങ്ങളുടെയും നിയന്ത്രണത്തിലല്ലേ മലയാള സിനിമ ജയിച്ചാലും പരാജയപ്പെട്ടാലും താരങ്ങൾക്ക് കരാർ പ്രകാരമുള്ള പ്രതിഫലം കിട്ടും. പടം പൊട്ടിയാൽ കുത്തുപാളയെടുക്കുന്നത് അതിനു വേണ്ടി മുതൽ മുടക്കിയ നിർമ്മാതാവ് മാത്രമല്ലേ? സിനിമയിൽ പ്രൊഡ്യൂസറിന് ഒരു കാഷ്യറുടെ റോൾ മാത്രം മതിയോ? താരമൂല്യം ഉയർത്താൻ വേണ്ടിയുള്ള ഗിമ്മിക്ക് മാത്രമാണോ കോടി ക്ലബ്ബുകൾ? അടികൊള്ളാൻ നിർമ്മാതാക്കളും കാശു വാങ്ങാൻ താരങ്ങളും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണ്ടേ? അതിലേക്ക് വഴി തുറക്കുന്ന ക്രിയാത്മകമായ ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളായ സിയാദ് കോക്ക, സന്ദീപ് സേനൻ, ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ, തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, ചലച്ചിത്ര നിരൂപകൻ പല്ലിശ്ശേരി എന്നിവ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ സിയാദ് കോക്ക, ജൂൺ 1 മുതൽ മലയാള ചലച്ചിത്രങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏകകണ്ഠമായല്ലേ? സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പങ്കുവച്ചത് അസോസിയേഷൻ്റെ ആകുലതകളും ഉത്കണ്ഠകളുമാണോ, അതോ ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ നടത്തിയതാണോ? സുരേഷ് കുമാറിനെ വിമർശിച്ച് ആൻ്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെ അസോസിയേഷനിൽ ചേരിതിരിവുണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. ഇതിൽ വാസ്തവം ഉണ്ടോ? നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സുരേഷ് കുമാറോ ഞാനോ ഒരാൾ ഒറ്റക്കല്ല ഒരു സംഘടന എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ ഞങ്ങളുടെയൊക്കെ പ്രസൻസിൽ അങ്ങേര് മാത്രം, അല്ലെങ്കിൽ സുരേഷ് കുമാർ മാത്രം അവിടെ നിന്ന് തുറന്നടിച്ച് 21 ഈ പറഞ്ഞ ജൂണിൽ ഞങ്ങൾ 1.5 അടച്ചിടുമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ഭാവനയിലുള്ളൊരു കാര്യമാണെങ്കിൽ എന്തൊരു ബോഷ്കത്തരമാണ് വിളിച്ച് പറയുന്ന ആൾക്കാർ. എനിക്കതിനെപ്പറ്റി വളരെ ലജ്ജ തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫിലിം പ്രൊഡ്യൂസേഴ്സുണ്ട്, അതർ പ്രൊഡ്യൂസർ മെമ്പേഴ്സുണ്ട്, അതേമാതിരി തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മെമ്പേഴ്സുണ്ട്, അതേമാതിരി തന്നെ എക്സിബിറ്റേഴ്സ് മെമ്പേഴ്സുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഫെഫ്കയുടെ മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ടായ ചർച്ചയുടെ വളരെ അവസാനത്തിലാണ് ഒരു സൂചനാ സമരം. അതിനുശേഷം ഒന്നും നടന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ കുറേ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം തന്നെയാണെങ്കിൽ ജൂണിൽ നമ്മൾ ഒരു അനിശ്ചിതകാല സമരം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം സംഘടനയുടെ കെട്ടുറപ്പും ബലവും കൊണ്ടിട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തൊരു തീരുമാനമാണ്. പിന്നെ ഇവിടെ പല വ്യക്തികളും സൂചിപ്പിച്ച മാതിരി ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി എന്നെക്കാട്ടി കൂടുതൽ സുരേഷ് കുമാറിനും വളരെയധികം ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു അന്നത്തെ ദിവസം. ആ ക്ഷണം സ്വീകരിക്കാതെ
അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ പിന്നെ ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം ഇന്ന് നടത്തിയ പത്രക്കുറിപ്പ് എന്ന് പറയുന്നത് എന്തൊരു വളരെ വിരോധാഭാസമല്ലേ? അതാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് പറയാം അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ സുരേഷ് സാറേ ഇതേമാതിരിയാണ്, അല്ലെ സുരേഷ് ഏട്ടാ ഇതേമാതിരിയാണ് കാര്യങ്ങൾ, സിയാദിക്ക ഇതേമാതിരിയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഡയസിലിരിക്കുന്ന എല്ലാവരും വിജയകുമാറും അങ്ങനെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാവുന്ന ഒരു അവസരമല്ലേ? അതിനുശേഷം ഈ കഷ്ടനഷ്ടങ്ങൾ പറയുന്നത് തെറ്റി പറയാൻ പാടില്ല, അല്ല തെറ്റാതെ പറഞ്ഞത് അത് അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് പറയണത് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നോട്ടുള്ള ഒരു ആഹ്വാനമാണ് നടത്തിയേക്കുന്നത്, സുരേഷ് കുമാറിൻ്റെ ഭാവനയിലുള്ളതല്ല. അപ്പം ഇതെല്ലാം പല വിധത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്ക് എൻ്റെ പേജിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന, ഈ സുരേഷ് കുമാർ പറഞ്ഞെന്ന് അവകാശപ്പെടുന്ന നാഥനില്ല കളരി, ഞങ്ങൾക്ക് ഏതെങ്കിലും അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് തന്നിട്ട് അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് വകവെക്കാം. അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി ഇന്ന് വൈകുന്നേരം പോയിരുന്ന് ആ കംപ്ലീറ്റ് ഇതിൻ്റെ റെക്കോർഡിങ് ഞാൻ കണ്ടതാണ്. പിന്നെ എഴുതാത്ത വാചകങ്ങൾ പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ താരങ്ങൾക്കെതിരായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ താരസംഘടന എന്ന് പറയുന്നത് നമുക്കെന്താ പേടിയാണോ? എനിക്കറിയില്ല. നമുക്ക് ഈ താരസംഘടന എന്ന് പറയുന്നത് ഇത്രയും ഭയാത്മകമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ സുരേഷ് കുമാർ അന്ന് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക ഈ താരസംഘടന ക്ഷണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ താരസംഘടന ഇതേമാതിരി ഈ വളരെയധികം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതിനെ പറ്റി ഒരു സജഷൻ ഇവിടുന്ന് എഴുതി അറിയിച്ചു. അപ്പോൾ അവരുടെ നിന്ന് വന്ന മറുപടി, അതെന്തോ ആവട്ടെ സബ്ജക്റ്റ്, മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അഡ്വോക്കേറ്റ് കമ്മിറ്റിയാണ്, ഞങ്ങളുടെ ജൂണിൽ നടക്കുന്ന ജനറൽ ബോഡിയിൽ മാത്രമേ ഇത് ചർച്ച ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കുള്ളൂ എന്നും പറഞ്ഞതിൽ കത്ത് ലഭിച്ചു. അപ്പോൾ പിന്നെ ഈ താരസംഘടനയിൽ അഡ്വോക്കേറ്റ് കമ്മിറ്റിയിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ട് അവർക്ക് വരണമെന്ന് നിർബന്ധമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധാരണജനകമായിട്ട് ആരോ പറഞ്ഞ് വരുത്തുന്നു. പിന്നെ ആൻഡോ ജോസഫ്, ഞങ്ങളുടെ പ്രസിഡൻറ്റ്, അദ്ദേഹം കഴിഞ്ഞ 4 മാസമായിട്ട് ലീവിലാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അദ്ദേഹം ലീവ് തരികയും ലീവ് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് എല്ലാം വെൽ ഇൻഫോംഡ് ആണ് ആൻഡോ ജോസഫ്. അപ്പോൾ ആൻഡോ ജോസഫിൻ്റെ അഭാവത്തിൽ സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞതാണ് തെറ്റ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങൾ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള സുരേഷ് കുമാറും സിയാദ് കോക്രുവ ഞങ്ങൾക്കാണ് അത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ്, എത്രയോ മീറ്റിങ്ങോടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്. അപ്പോൾ അതൊക്കെ തെറ്റാണോ? എനിക്കറിയാൻ പാടില്ല. ഇവരൊക്കെ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ന് ഒരു അമ്മയുടെ ഒരു അംഗം, ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് സംസാരിച്ച് കേട്ടു. അദ്ദേഹം ഒരു സിനിമ ചെയ്ത മനുഷ്യനാണ്, സിനിമ ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർ 5 കോടി രൂപയോളം അതിന് കോസ്റ്റ് വന്നിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചു. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് സിനിമ ആക്ടർ എന്നുള്ള നിലയിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുക തന്നെ ചെയ്യും. സുരേഷ് കുമാർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനോടൊക്കെ കൂടെ നിന്നുകൊണ്ട് ഞാനും വിജയകുമാറും അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇന്ന് സിനിമ തിയേറ്റർ ഉടമകൾക്ക് ഒരു ഗതിയില്ലാത്തൊരു അവസ്ഥയാണ് വന്നേക്കുന്നത്, മനസ്സിലായി. അപ്പോൾ അതായത് മാനത്തിന് വേണ്ടിയാണ് സിനിമ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓരോ തിയേറ്റർ ഉടമകളും ഏതെങ്കിലും 1-2 ഹിറ്റ് പടങ്ങൾ കളിച്ചൊന്നുമല്ലാതെ ഈ വർഷം നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോഴേക്കും
സ്വന്തം കീശയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് കടം മേടിച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ലും മറ്റുള്ള കാര്യങ്ങളും നടത്തി മെയിൻ്റനൻസ് നടത്തി ഒരു കൊല്ലം അവർക്ക് നഷ്ടത്തിലാണ്. അതുകൊണ്ട് പല ഭീഷണികളും ബാങ്കുമായിട്ടാണെങ്കിലും മറ്റുള്ള ഘടകങ്ങളുമായിട്ടാണെങ്കിലും ഒക്കെ ഭീഷണികൾ ഇവിടെ നിലവിലുണ്ട്. അവർ മാനം കൊണ്ടിട്ടാണ് അത് നടത്തി പോണത്. നമുക്കൊരു അഭിമാനമുണ്ടല്ലോ, എന്തെങ്കിലും തിയേറ്റർ പൂട്ടിയാൽ പറയും അത് ഇങ്ങനെ ജപ്തിയാണ് എന്ന് പറയും. അതെ, അതിനൊക്കെ ഒരു പോംവഴിയായിട്ട് ഗവൺമെൻറ് സൈഡിലേക്കുള്ള ഫൈറ്റാണ് ഞങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുന്നത്. അതിന് വേണ്ടി ഒരു സൂചനാ സമരമാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. പിന്നെ ജൂൺ ആ സമയത്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നമുക്ക് അതിനെപ്പറ്റി വല്ലതും പ്രഖ്യാപിക്കാൻ പറ്റുമോ? നിങ്ങൾ സമരം ചെയ്യണത് ചീത്തയാണ്, സമരം ചെയ്തത് തെറ്റാണ്, ഇതൊക്കെ പറയാൻ ആരൊക്കെയാണ് ഇവിടെ സാധ്യത? മുതൽ മുടക്കുന്ന ആൾക്കാർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സിനിമ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എക്സിബിറ്റേഴ്സും മാത്രമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവർ അഡ്വാൻസ് തരുന്നു, നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അവർക്ക് ആ അവർക്കൊരു കടം സക്സസ് ആകുമ്പോൾ ഞങ്ങൾക്കത് കൊടുക്കാതാകുമ്പം തീർച്ചയായിട്ടും വർഷങ്ങളോളം പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇല്ലെങ്കിൽ അവരും കൊടുത്ത് കേസ് പ്രൊഡ്യൂസറിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അല്ല സുരേഷ് കുമാറിൻ്റെ ഒറ്റ കൊള്ള ഒരു എന്താ പറയുക, ഒരു തോന്നലല്ല ഈ സമരമാഹ്വാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ വിജയകുമാർ, താങ്കളും അന്നത്തെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. അന്ന് നിങ്ങൾ കൂടിയാലോചിച്ച ശേഷമാണ് വാർത്താസമ്മേളനം നടത്തിയത് അല്ലേ? അപ്പോൾ ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ആണല്ലോ സ്വാഭാവികമായിട്ടും വാർത്താസമ്മേളനത്തെ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നതും അല്ലേ? ഫിയോക്കിൻ്റെ നിലപാട് എന്താണ്? തീർച്ചയായും. കാര്യം അന്ന് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകളുടെയും നേതാക്കൾ സന്നിഹിതരായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അതിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അതിനു മുന്നേ തന്നെ ഇപ്പം മാസങ്ങളായിട്ട് ഇതിന്റെ ആലോചനകൾ നടക്കുന്നതാണ്. കാര്യം എങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം, എങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നഷ്ടം നികത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാസങ്ങളായിട്ടുള്ള ആലോചനയാണ്. ഇന്നലെ ഞാൻ തുടങ്ങിയല്ല. ഇപ്പൊ സിനിമാ തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടോൾ പിരിവ് മാതിരി ആയിട്ടുണ്ട്. പിരിച്ച് സർക്കാരിന് കൊടുക്കുക. 30% ടാക്സ്. സുരേഷ് കുമാർ പറഞ്ഞത് 100% സത്യമാണ്. കാര്യം 30% ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ പിരിച്ചു കൊടുക്കുമ്പോൾ 25-26% എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. ഇന്നൊരു സിനിമ എടുക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സർക്കാരാണ്. എന്നാൽ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു മിനിസ്ട്രി കയറിയതിനു ശേഷം എന്തെങ്കിലും ഒരു സഹായം സിനിമാ ഫീൽഡിലെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. ദിവസവും തോറും ഇത് വളരെ ദുഷ്കരമായ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണ്. കാര്യം ഒന്ന് ഡബിൾ ടാക്സേഷൻ, അത് നിർത്തിയേ പറ്റൂ. കാര്യം ഞങ്ങൾ ഈ സമരത്തിൽ പങ്കുചേരുന്നത് ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ കൂട്ടായ ആലോചന. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസറുടേതായ വിഷയമുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡിസ്ട്രിബ്യൂട്ടറുടേതായ വിഷയമുണ്ട്, എക്സിബിറ്റർക്ക് അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. ഡബിൾ ടാക്സേഷൻ. ഭാരതത്തിൽ തന്നെ തമിഴ്നാടും കേരളവും മാത്രമേ ഡബിൾ ടാക്സേഷനിലോട്ട് പോകുന്നുള്ളൂ. GST ഉണ്ടായ കാലത്ത് 1 നേഷൻ 1 ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും GSTയിലോട്ട് പോയത്. അതിന്റെ കൂടെ അഡീഷണൽ 8% മുതൽ 10% ടാക്സ് വരെയാണ് തിയേറ്റർ മേഖല അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഈ ടാക്സ് പിന്നെ GST, എന്റർടൈൻമെന്റ് ടാക്സ്, സെസ് തുടങ്ങിയ വകകളിലെല്ലാം കൂടെ ചേർത്ത് 30% ടാക്സ് ഞങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വെറും ടോൾ പിരിവുകാരായിട്ട് മാത്രം മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ കൂട്ടായ ചർച്ചയിലൂടെയാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വർധനവും കാര്യങ്ങളും എല്ലാം നിലവിൽ വന്നത്. ഒന്നുണ്ട്, അന്നത്തെ ചർച്ചയിൽ ഈ ഇൻഡസ്ട്രിയിലെ പ്രമുഖന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഈവൻ പിന്നെ ഫെഫ്കയുടെ കംപ്ലീറ്റ് യൂണിയൻ നേതാക്കളും ഉണ്ടായിരുന്നു. പിന്നെ എക്സിബിറ്റേഴ്സിന്റെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഞാൻ ഉൾപ്പെടെയുള്ള സിയാദിക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന്റെ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് ആർക്കും അഭിപ്രായം പറയാം. പക്ഷെ ഒരു സംഘടനാ നേതാവായിരിക്കുമ്പോൾ സംഘടനയിലെ മൊത്തം അംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പൊ ഈ അഭിപ്രായം സുരേഷ് കുമാറിന് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ അഭിപ്രായത്തിന്റെ ഒന്നും ആവശ്യമില്ല. അറിയാമല്ലോ, സുരേഷ് കുമാറിന്റെ കൂട്ട് ഈ പാരമ്പര്യമുള്ള ഒരു നിർമ്മാതാവിന് ഇന്നിവിടെ ഏത് നടന്റെ ഡേറ്റ് കിട്ടാൻ ഏത് സിനിമ നിർക്കുക, അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിനൊന്നും ആവശ്യമില്ല. സംഘടനയിലുള്ള പരാജയപ്പെട്ട ഏകദേശം 90% പരാജയപ്പെട്ട 90% നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാതെ ഈ സംഘടനയിലുള്ള 10%, അതായത് പ്രൊഡ്യൂസറായിട്ടുള്ള താരങ്ങളുടെയോ ഇല്ല താരങ്ങൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ കമ്പനി നടത്തുകയോ ചെയ്യുന്ന 10% ആൾക്കാർക്ക് വേണ്ടിയല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പരാജയപ്പെട്ട സിനിമകളുടെ 90% പ്രൊഡ്യൂസർക്ക് വേണ്ടി അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റ്? ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ സുരേഷ് കുമാർ ഒറ്റയ്ക്കാണ് എന്ന് ആരും ധരിക്കരുത്. അങ്ങനെ ധരിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിനും മുതിരണ്ട. ഇൻഡസ്ട്രി ഒന്നാകെ അദ്ദേഹത്തിന്റെ പുറകിലുണ്ട്. ഈ ഭിന്നാഭിപ്രായത്തിലുള്ള വ്യക്തികളെല്ലാം 2-3 പേര് മാത്രമാണ്. സംഘടനാ തലത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും നിൽക്കും. അത് സംഘടന ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ശ്രീ സിയാദ് കോക്ക, താങ്കൾ എത്രയോ വർഷമായി ഈ ചലച്ചിത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് A to Z കാര്യങ്ങൾ അറിയാം. ഈ നിർമ്മാതാക്കൾക്ക് പണ്ട് കിട്ടിയിരുന്ന ആ ആദരം ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കാഷ്യറുടെ റോളായിട്ട് നിർമ്മാതാവ് പരിമിതപ്പെട്ടിരിക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം? മാത്രമല്ല, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ഈ മേഖല നിലനിൽക്കണമെങ്കിൽ, ചലച്ചിത്ര മേഖല നിലനിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം, സർക്കാർ മനസ്സ് വയ്ക്കണം, അല്ലേ? ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത ശേഷം അങ്ങനെ ഉള്ള ഒരു ചർച്ച പോലും ബന്ധപ്പെട്ടവരുമായിട്ട് നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്, അല്ലേ? ഈ താരങ്ങൾ വാങ്ങുന്ന അമിത പ്രതിഫലം, അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്, അത് താങ്ങാനാവുന്നില്ല പലർക്കും. ഇപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കുകൾ ഉണ്ടെങ്കിൽ നല്ല രീതി, വളരെ സ്മൂത്തായിട്ട് ഈ ചലച്ചിത്ര മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ, അല്ലേ? അതിനായിട്ടുള്ളൊരു അഭ്യർത്ഥന എന്ന നിലയിൽ മാത്രമാണല്ലോ ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അല്ല, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ, ഇപ്പം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് വിജയകുമാർ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി 30% ടാക്സേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ, മറ്റേ ഈ പറഞ്ഞ ചെന്നൈ അല്ലെ സൗത്ത് ഇന്ത്യയിലും ഒരു ഇതുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനുണ്ട്. അവർക്ക് സബ്സിഡി ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ഒക്കെ ഇഷ്ടംമാതിരിയുണ്ട്. പക്ഷേ ഈ 30% ടാക്സേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് ഈ പറഞ്ഞ സിനിമയിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അതൊരിക്കലും ലാഭകരമല്ലാത്ത വരുന്നു. അതൊന്ന്. രണ്ടാമത് നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാഷറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് മതി ഇന്ന് താരങ്ങൾക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനോ. അതിന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഞങ്ങളുടെ പാരമ്പര്യമുണ്ട്, ഞങ്ങൾ പടം എടുത്ത് പ്രൂവ് ചെയ്തവരാണ്. ഞങ്ങളൊന്നും ഷക്കീല പടങ്ങളെടുത്തല്ല ഇൻഡസ്ട്രിയിൽ നിന്നിരുന്നത്. ഞാനാണെങ്കിലും സുരേഷ് കുമാറാണെങ്കിലും എന്തിനേയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും ഒരിക്കലും ഒരു വേണ്ടാത്ത രീതിയിലുള്ള സിനിമ ഇതല്ല നടത്തിയിരുന്നത്. എല്ലാ പ്രൊഡക്ഷൻസും നോണായിട്ടുള്ള പ്രൊഡക്ഷൻസും ഇവയുള്ള എല്ലാ ആർട്ടിസ്റ്റിനെ വെച്ചുള്ള പ്രൊഡക്ഷൻസും ഒക്കെ നടത്തിയവരാണ്. ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുമ്പം ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഞങ്ങളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വേണ്ട. ഇതൊരു മുഖ്യധാരയിൽ നിൽക്കുന്ന വലിയ ഇതല്ല നമ്മൾ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ഉള്ളത്. മമ്മൂട്ടിയോ മോഹൻലാലോ അടക്കമുള്ള ആൾക്കാരെ പറ്റിയല്ല ഞാൻ ഇപ്പോൾ ഇവരുടെ വാല് പിടിച്ച് നടക്കുന്ന ഒരു പടം ഇതായിക്കഴിഞ്ഞാൽ, സക്സസ് ആയിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ആർട്ടിസ്റ്റ് തന്നെ 50 ലക്ഷം രൂപയും 1 കോടി രൂപയും ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടിട്ട് അത് അങ്ങനെ വേണോ? അത് തെറ്റല്ലേ അവർ ചെയ്യുന്നത്. നാളെ ഒരാൾ സിനിമ സക്സസ് കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് മോഹൻലാൽ നടക്കുന്ന കാറിലും മമ്മൂട്ടി നടക്കുന്ന കാറിലും അല്ല കാറിൻ്റെ ഒരു കൂട്ടം മേടിച്ച് കൂട്ടാം എന്നുള്ളത് ഒക്കെയാണോ ഇവരുടെ ഭാവന? അവർ പ്രൊഡ്യൂസറിനെ പറ്റിയല്ല ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങളൊന്നും ക്യാഷറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല. ഇൻഡസ്ട്രിയിൽ ഒന്നടങ്കം നിന്നുകൊണ്ടും ഓരോ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ടും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഇതുമായിട്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇത് ഒരു ചോദിക്കേണ്ട ഒരവസരമാണിപ്പം. ഇത്രയും നാൾ ഈ ഗവൺമെൻറ് വന്നിട്ട് പല 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 നിവേദനങ്ങളും ചർച്ചകളും എല്ലാം നടത്തും. അവസാനം ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൽ എക്സിബിറ്റേഴ്സിൻ്റെ ഉദ്ദേശിച്ചിട്ട് വിജയകുമാറും എല്ലാവരും തന്നെ ചേംബറിൽ നിന്ന് എല്ലാവരും തന്നെ അവിടെ പാഞ്ഞെത്തുകയും സുരേഷ് കുമാർ അടക്കമുള്ളവർ എന്നപ്പോൾ ചെന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ സെസ് കൊടുക്കാൻ മീൻസ് ഈ സെസ് എമൗണ്ട്, അതായത് നമുക്ക് പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത കാരണം എത്രയും വേഗം അത് അടക്കാനുള്ള നിയമ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പുമായിട്ട് അവർ തിരിച്ചുവിട്ടത്. അല്ല വേറെ ഒരു കാര്യവും ഡിസ്കഷനിലില്ല. അത് എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ അത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും ഡെഫിനറ്റായിട്ടും. അല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകും? ഒരു സജഷൻ പറയൂ. പിന്നെ ഏതെങ്കിലും സിനിമ ആരെങ്കിലും വെച്ച് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അവരുടെ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം എന്ന നിലയിൽ നിൻ്റെ പടം അല്ലെങ്കിൽ നിങ്ങളുടെ പടം നഷ്ടപ്പെട്ടു, ഞാനൊരു പടം ചെയ്തു തരാം എന്ന് പറയുന്ന പ്രവണത എവിടെയെങ്കിലും മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ? പ്രേം നസീറിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ കാലത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് പ്രൊഡ്യൂസേഴ്സിന് ഈ ഫെയിലർ പടങ്ങൾ വരുമ്പോഴത്തേക്കും പ്രേം നസീർ സഹായിച്ചേക്കുന്നത്. അദ്ദേഹം ബഹദൂർക്കയാണെങ്കിലും മുത്തയ്യാണെങ്കിലും മറ്റുള്ള എല്ലാവരും ആണെങ്കിലും ഈവൻ സത്യ അടക്കം മധുസാർ അടക്കം ഇവരൊക്കെ ഒരു കൂട്ടായി നിന്നുകൊണ്ടും ആ പ്രൊഡ്യൂസറിനെ പൊക്കിക്കൊണ്ട് വരുവാനാണ് ശ്രമിച്ചേക്കുന്നത്. അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന മാതിരി അതിനെന്താ കാലഘട്ടത്തിന് വ്യത്യാസം? ഒരു പ്രൊഡ്യൂസറിന് പരിക്ക് പറ്റിയല്ല ഒരു സിനിമ എടുത്ത് നമ്മൾ നന്നാൻ വേണ്ടിയല്ലേ സിനിമ എടുക്കാൻ വേണ്ടത്, ബിസിനസ്സായിട്ട് തന്നെയാണ് സിനിമ എടുക്കുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ട, അത് നമ്മൾ ഇതായി കഴിഞ്ഞ് ഫെയിലിയറായി നമുക്കൊരു നഷ്ടം വന്ന് നമുക്ക് താങ്ങാത്ത ഒരു നഷ്ടം വരുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നമുക്ക് മുൻകൈ എടുത്തുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്കൊരു സിനിമ ചെയ്യാം എന്നും പറഞ്ഞ് വന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം. ശ്രീ സിയാദ് കോക്ക്, ഈ കോടികൾ മുടക്കി സിനിമ എടുത്ത് ബോക്സ് ഓഫീസിൽ പടം പൊട്ടി കിടപ്പാടം പോലും വിൽക്കേണ്ടി വന്ന എത്ര പ്രൊഡ്യൂസർമാരുണ്ടാവും കേരളത്തിൽ? ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80% പ്രൊഡ്യൂസേഴ്സ് ആ ഗതിയിലാണ്. എനിക്ക് അത് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫിലിം ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലൊക്കെ നേരിട്ട് അവരുടെ പരാതികളും അവരുടെ കിടപ്പാടം വിറ്റ കഥകളും കേട്ട് മടുത്തവരാണ് ഞങ്ങൾ. ആരാണ് സന്തോഷത്തോട് കഴിയുന്നത്? പഴയകാല പ്രൊഡ്യൂസേഴ്സായിട്ട് ഇപ്പോൾ വരുന്ന പ്രൊഡ്യൂസേഴ്സിൽ ആരാണ്? വിരലെണ്ണാവുന്ന 1, 2, 3 ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേറെ കാര്യങ്ങളാണത്. ഞാനതൊന്നും ഒരു പബ്ലിക്കായിട്ട് പറയാൻ ചെയ്യും, നമുക്കൊരു ഡിബേറ്റിൽ ആവശ്യമില്ല. അങ്ങനെ ഒഴിച്ച് ബാക്കി എല്ലാവരും 90% ആൾക്കാരും ദുരിതത്തിൻ്റെ മുകളിലാണ്. വീട് വിറ്റോ അല്ലെ കൂട് വിറ്റോ എന്നൊന്നും എനിക്ക് പറഞ്ഞില്ല, കാര്യമില്ല. അത് ഇന്നത്തെ സിനിമയുടെ പ്രത്യേകതയാണ്. ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ 30 ദിവസം വർക്ക് ചെയ്യേണ്ട പടം 50 ദിവസം വർക്ക് ചെയ്യുന്നതും അത് 100 ദിവസം ആക്കുന്നതും എല്ലാം എല്ലാവരുടെ അറിവും സമൂഹത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ 10 ദിവസം വർക്ക് ചെയ്ത് കൂടുതൽ അത് കാരണം ഞങ്ങളുടെ റിമണേഷൻ ഇത്രയും കുറച്ചോ എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ 10 ദിവസം കൊണ്ട് പടം തീർന്നില്ലെങ്കിൽ അതിന് അഡീഷണൽ ബെനിഫിറ്റ്സ് ചോദിച്ചുകൊണ്ടാണ്, റെമ്യൂണറേഷൻ ചോദിച്ചുകൊണ്ടാണ് പലരും വരുന്നത്. എൻ്റെ അടുത്തല്ല പൊതുവെ കേൾക്കുന്നത്. പക്ഷേ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള ഭയപ്പാടും ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യും എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാനോ സുരേഷോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു നല്ല ഇതിൽ ഞാനും സുരേഷും എല്ലാം ഡെഫിനറ്റായിട്ടും അത് ഇങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് മിക്കവാറും ഫുൾ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എങ്ങനെയുണ്ടായത് എല്ലാം പുതിയ ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അത് മാതിരി സിനിമകളുണ്ടാവും. സിനിമകൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങൾ ആ സമയത്ത് ഈ സമര ഇതിൽ ഒത്തൊരുമിച്ച മാതിരി തന്നെ എക്സിബിറ്റേഴ്സായിട്ട് വളരെ നല്ലൊരു ധാരണ ഉണ്ടായിക്കൊണ്ട് ഞങ്ങളത് മുമ്പോട്ട് പോകും. യാതൊരു സംശയവും വേണ്ട. ചിലപ്പോൾ ആ സമയത്ത് സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങളോ മറ്റുള്ള പടങ്ങളോ റിലീസ് വേണ്ടാന്ന് എക്സിബിറ്റേഴ്സ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കും. എന്നുവെച്ചാൽ ഇവനൊരു പഴയ പ്രൊഡ്യൂസറാണ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് വരുമ്പം ആ ഒരാഴ്ച വേറെ മറ്റേത് സിനിമയും മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് കൊടുക്കട്ടെ, റിലീസ് നടക്കട്ടെ എന്ന് വിചാരിക്കും. അത് യാതൊരു സംശയമൊന്നും വേണ്ട. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയപ്പാടൊന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടില്ല. ഈ വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, താരമൂല്യം ഉണ്ടെങ്കിലേ സിനിമകൾ രക്ഷപ്പെടൂ, പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെടുകയുള്ളൂ എന്ന്. ആ ഒരു ആത്മവിശ്വാസമല്ലേ അവരെ മുന്നോട്ട് നയിക്കുന്നത്? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം താരമൂല്യങ്ങളുള്ള ഇവിടെ വിജയകുമാർ അവിടെ ഇരിപ്പുണ്ടല്ലോ. വിജയകുമാറിനോട് ചോദിക്കൂ, താരമൂല്യങ്ങളുള്ള എത്ര സിനിമകൾ അവിടെ വിജയിച്ചിട്ടുണ്ട് അവരുടെ തിയേറ്റേഴ്സിൽ. അവർക്ക് എന്നെയും കാട്ടി കൂടുതൽ ഹിസ്റ്ററി പറയാനുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത പടങ്ങളിൽ എത്ര താരമൂല്യങ്ങളുള്ള സിനിമകൾ സക്സസ് ആയിട്ടുണ്ട്?
നമ്മുടെയൊക്കെ സുഹൃത്ത് ബന്ധം ഇങ്ങനെയൊക്കെ ഒരു ഡിബേറ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് ബന്ധത്തിന് ചിലപ്പോൾ ബാധിച്ചിരിക്കും. എന്നെ ഞാനും സുരേഷും ഒരേ രൂപത്തിലുള്ള ആൾക്കാർ, ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അവരെ വേദനിപ്പിക്കുമായിരിക്കും, എനിക്കറിയില്ല അത്. അപ്പോൾ എൻ്റെ വേദന കാണാത്തവർ മറ്റൊരു വേദനിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ മിണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ഈ താരമൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓടി, അതായത് അങ്ങനെ വിമർശിക്കുന്ന ആൾക്കാർക്കോ അല്ലെ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കോ ഒരാൾ പറയണ കേട്ടു, അതായത് സുരേഷിൻ്റെ ഇതിന്, അതായത് അമ്മാവ നിങ്ങളുടെ കാലം കഴിഞ്ഞു പോകാം. അങ്ങനെ സിനിമയിൽ കാലം കഴിഞ്ഞെങ്കിൽ ഏജ് ബാറാണ്, ഏജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കേണ്ടതെങ്കിൽ ആക്ടേഴ്സും ഞങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ട് ഇന്നും എന്ന് നമുക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ സെൻസസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ പടം വേണ്ട എന്ന് പറയുമോ? അതിലൊന്നും കാര്യമൊന്നുമില്ല, അതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ ഓടിയ പടങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഈ പ്രേമലു ആണെങ്കിലും മറ്റു കുറച്ച് പടങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഒരു താരമൂല്യം ഉണ്ടായിരുന്നില്ല. പടം ഇഷ്ടപ്പെട്ടു, ആൾക്കാർ കയറി കണ്ടു, ഹിറ്റായി. രോമാഞ്ചം എന്ന് പറഞ്ഞ പടം. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് പേരുകൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെ എന്തോരം കൊച്ചു പടങ്ങൾ ഈ ലോട്ടിൽ തന്നെ നമുക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി കണ്ണുനോക്കാതെ വല്ലതും സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? താരമൂല്യം, പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരെ ആരെയും കണ്ടിട്ടല്ല ഇന്നത്തെ OTT ബിസിനസ്, നമ്മളുടെ ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത്. എക്സ്ട്രാ ഇൻകം മീൻസ് ഈ പറഞ്ഞ വടിക്കോൾഡ് ഇതിന് മറ്റേ നമ്മുടെ എക്സ്പെൻസ് കവർ ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇതിലൊരു ഭാഗമാകുമല്ലോ എന്ന് വിചാരിച്ച് പ്രതീക്ഷയോട് സിനിമ ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാനൊക്കെ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ത് കിട്ടുമെന്നും പറഞ്ഞല്ല സിനിമ ചെയ്തേക്കുന്നത്. അതൊരു അഡീഷണൽ ഇൻകം, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇന്ന് OTT ഇതൊന്നും തന്നെ എല്ലാം റിജക്റ്റ് ചെയ്യുന്നതല്ലേ. ഏത് താരങ്ങൾ അഭിനയിച്ചാൽ സിനിമ എൻ ബ്ലോക്കായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബിസിനസ്സൊന്നുമില്ല. അപ്പം താരമൂല്യമില്ലാത്ത സിനിമ പ്രേക്ഷകരെ പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ നമ്മളുടെ കർമ്മ. ആ റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ എടുക്കുന്ന റിസ്കിൻ്റെ ഒരു 30% കുറവായിരിക്കും ആ റിസ്ക്. ശ്രീ വിജയകുമാറിൻ്റെ പ്രതികരണം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട് ഈ ചോദ്യത്തിന്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിജയകുമാർ, സിനിമയുടെ സക്സസിന് താരമൂല്യം ഒരു ഫാക്ടറാണോ? ഒരിക്കലുമല്ല. ഇന്നത്തെ കണ്ടീഷനിൽ ഒരിക്കലുമല്ല. കാര്യം കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം ഇറങ്ങിയ ടോട്ടൽ ചിത്രങ്ങളിൽ 10%, 11% വിജയിച്ച ചിത്രങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ പോലും താരസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു താരത്തിന്റെ ബേസിൽ ഇൻഷ്യലെങ്കിലും ഉണ്ടായിരുന്നു. അത് ഒരു താരനിരയെ ഒരു ഇൻഷ്യൽ സൃഷ്ടിക്കാനെങ്കിലും ഉപകരിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് താരം അഭിനയിച്ച ചിത്രമായാലും ആർക്കും അറിയാം മോർണിംഗ് ഷോ വളരെ മോശമായിരിക്കും. പടത്തിന്റെ കണ്ടന്റ് ആണ് ഇന്നത്തെ താരം. ആ കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനം തിയേറ്ററിൽ കയറും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബിഗ് ബജറ്റ് ആയിട്ടുള്ള വലിയ താരങ്ങളുടെ എല്ലാ ചിത്രങ്ങളും, അതായത് അന്യഭാഷ ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ താരമൂല്യത്തിനും ഒരു പ്രസക്തിയില്ല. താരം എന്ന് പറയുന്നത് ഇന്ന് തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റാണ്, കണ്ടന്റാണ്. പിന്നെ ഇന്ന് ഈ താരമൂല്യം ഉള്ളവർ പോലും ചിന്തിക്കാനുള്ള ഒരു കാര്യം, ഈ താരത്തിന് എങ്ങനെ മൂല്യം ഉണ്ടായി, എവിടുന്ന് മൂല്യം ഉണ്ടായി? ഈ ഇൻഡസ്ട്രി അല്ല അവർക്ക് ഈ മൂല്യം ഉണ്ടാക്കി കൊടുത്തേ. ഇവിടുത്തെ സിനിമാ തിയേറ്ററുകാരും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസേഴ്സിൽ ഇവരുടെ ആദ്യ കാലഘട്ടങ്ങളെ പറ്റി അവരെന്താ ആലോചിക്കാത്ത? അവർക്ക് എങ്ങനെ ഈ ഓരോ താരത്തിനും എങ്ങനെ മൂല്യം ഉണ്ടായി? ഓരോരുത്തരും കോടിക്കണക്കിന് രൂപ മുടക്കി അവരെ വെച്ച് ചിത്രങ്ങൾ എടുത്ത് താരമൂല്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതായത് തിയേറ്ററുകാരനും പ്രേക്ഷകനും പ്രൊഡ്യൂസറും കൂടെ ചേർന്നാണ് ഈ മൂല്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ മൂല്യം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇൻഡസ്ട്രിയെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവും. അതൊരിക്കലും പാടില്ല അവരുടെ സൈഡിൽ നിന്ന്. ആ താരമൂല്യം ഇൻഡസ്ട്രിക്ക് പ്രയോജനകരമായ രീതിയിൽ വേറെ ആരെയും കണ്ണീരിലാഴ്ത്താതെ അത് ഉപകരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് ഓരോ താരങ്ങളും ചിന്തിക്കേണ്ടത്. ഇന്ന് താരമൂല്യം കൊണ്ട് ഒരു തിയേറ്ററിൽ ഒരു കളക്ഷൻ റേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു താരത്തിന്റെ സാന്നിധ്യവും ഒരു കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. താരം എന്ന് പറയുന്നത് ഞങ്ങളെ തിയേറ്ററുകാരെ സംബന്ധിച്ചോളം കണ്ടന്റാണ്. ശ്രീ പല്ലിശ്ശേരി, പ്രൊഡ്യൂസേഴ്സ് അവരുടെ സാമ്പത്തിക പരാധീനത തുറന്നു പറഞ്ഞു. അതിന് സർക്കാരിൽ നിന്ന് ചില സഹായങ്ങൾ വേണം. മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ സഹകരിക്കണം. അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ അതുണ്ടാവണം എന്നൊക്കെ തുറന്ന് പറഞ്ഞത് വലിയൊരു അപരാധമാണോ? അത് വലിയൊരു കോൺട്രവേഴ്സിയായി, വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിവാദത്തെ നോക്കിക്കാണുന്നത്? നിർമ്മാതാക്കൾ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. പക്ഷേ ഇതുവരെ മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്ര നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്, എത്ര നിർമ്മാതാക്കൾ ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വയ്ക്കണം. മറ്റൊരു കാര്യം, നമ്മൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ എത്രയാണ് പ്രതിഫലമെന്ന് നമുക്കറിയില്ല, സർക്കാരിനറിയില്ല. കാരണം അത് അവരാദ്യം പ്രദർശിപ്പിക്കണം. ഇന്ന നടന്, നടിക്ക്, ടെക്നീഷ്യന് എല്ലാം കൊടുക്കുന്ന പ്രതിഫലം ഇത്രയാണ് എന്നുള്ള എഗ്രിമെൻറ്റ്, ഒറിജിനൽ എഗ്രിമെൻറ്റ് കാണിക്കണം എന്നുള്ളതാണ്. അതായത് ബ്ലാക്ക് ഇത്ര, വൈറ്റ് ഇത്ര എന്നുള്ളതല്ല. വൈറ്റ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ആലോചിക്കണം. ഈ ബ്ലാക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിലേക്ക് പോകേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു നടനോ മറ്റുള്ളവരോ യഥാർത്ഥ പ്രതിഫലം പറയുന്നില്ല. അവർ പറഞ്ഞില്ലെങ്കിലും നിർമ്മാതാക്കളെങ്കിലും പറയണം, ഞാൻ ഇത്ര കോടി കൊടുത്തു. 5 കോടി പറഞ്ഞിട്ട് 1 കോടിക്കാണ് ബ്ലാക്കും വൈറ്റും എത്ര 1, 5 ഇതൊക്കെ വരുന്നുള്ളതായിരിക്കണം. അതെന്താ തുറന്നു പറയാത്തത്? അപ്പോൾ ഒരു സിനിമയുടെ ടോട്ടൽ ചെലവ് ഇത്രയാണ് എന്ന് പറയേണ്ടി വരും. ആ 10 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് 30 കോടി ആകുമ്പോൾ അയ്യോ 30 കോടി ആയി എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 10 കോടി കഴിയുമ്പോൾ 11ാമത്തെ കോടിയിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കുന്നില്ല? എന്തുകൊണ്ട് മുറവിളി കൂട്ടുന്നില്ല? ആര് പറഞ്ഞിട്ടാണ് ഇത്രയും കൊണ്ട്? കാരണം എത്ര ദിവസം ഷൂട്ട് ചെയ്താലും എന്തൊക്കെ ചെയ്താലും 2-2.5 മണിക്കൂറിൽ ഒതുങ്ങാവുന്നൊരു മലയാള സിനിമയാണെന്ന് ആലോചിക്കണം. ഈ സിനിമയ്ക്ക് കോടാനുകോടികൾ ചെലവഴിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ മറ്റും ഷൂട്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടത് ആർക്ക് ഗുണമുണ്ടാവുമെന്ന് ആലോചിക്കണം. ശരിക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. മറ്റൊന്ന്, ഞാൻ മുമ്പ് ഇപ്പോഴല്ല, ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിർമ്മാതാക്കളാണ് വേണ്ടത്, സിനിമാ താരങ്ങളല്ല സിനിമ നിർമ്മിക്കേണ്ടതെന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിനിമ നിർമ്മിക്കണമെങ്കിൽ അമ്മ ചെയ്തില്ലേ? അങ്ങനെ ചെയ്തുകൂടെ? അമ്മ സംഘടന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്കെടുക്കാം. അതിൻ്റെ ലാഭവിഹിതം അതിനെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാൻ പറ്റും. ഇനി മാർക്കറ്റിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഓരോ സംഘടനയിലേക്ക് വേണമെങ്കിലും കൂട്ടായിട്ടൊരു സിനിമ എടുത്തിട്ട് അതിൻ്റെ ലാഭം അതുമായിട്ട് ബന്ധപ്പെട്ടവർ നീക്കിയെടുക്കാമെന്ന് ആലോചിക്കണം. ഇവിടെ നല്ല സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞ് 4-5 പേര് ഇവിടെ ഉണ്ട്. അവർ മാത്രമാണ് ഇപ്പോൾ സിനിമ എടുക്കുന്നത്. അവർ സിനിമ എടുക്കുന്നത് മാത്രമല്ല, അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവർ തിയേറ്ററിൽ കളിക്കും. ഇതൊക്കെ അവർ ഒരു മൊണോപ്പൊളി ആയിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാരും സംസാരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല എന്ന് ആലോചിക്കണം. ഒരു പ്രത്യേക, അത് നമ്മളെ മൂക്കിന് ഇടി കിട്ടേണ്ട അവസരം വരുമ്പോഴാണ് നമ്മൾ അയ്യോ മൂക്ക് ഇടിച്ചല്ലോ, ചോര ഇപ്പോൾ വരില്ലോ. അതല്ല, മുമ്പേ പറയണം. കാരണം വന്ന വഴി മറക്കുന്നവരാണ് സിനിമയിലെ പലരും എന്ന് ആലോചിക്കണം. എന്നെ സംബന്ധിച്ച് 40-45 വർഷത്തെ മാധ്യമ പ്രവർത്തനം എനിക്കറിയാം. ഈ വന്ന യോഗ്യന്മാരൊക്കെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അന്ന് ഓച്ചാന് ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കണം. എന്തേ അന്ന് അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ല? അല്ലെങ്കിൽ ഔട്ടായി നിൽക്കുന്നവരൊന്നും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? എല്ലാം ഞങ്ങളുടെ കാൽ കീഴിലാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ പേരിലാണ് സിനിമ എടുക്കുന്നത്. അത് ഒരു കാരണവശാലും നിർമ്മാതാക്കൾ അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും. അതിനായിട്ട് എന്താ ഞാൻ ഇപ്പം നിർമ്മിക്കുന്നവരൊക്കെ, മമ്മൂട്ടി നിർമ്മിക്കുന്നില്ലേ? മമ്മൂട്ടിയുടെ മകൻ വിതരണം ചെയ്യുന്നില്ലേ? മമ്മൂട്ടിയുടെ മകൻ നിർമ്മിക്കുന്നില്ലേ? മോഹൻലാൽ നിർമ്മിക്കുന്നില്ലേ? ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നില്ലേ? പൃഥ്വിരാജ് നിർമ്മിക്കുന്നില്ലേ? പിന്നെ ആരൊക്കെയാ? ഉണ്ണിമുകുന്ദൻ നിർമ്മിക്കുന്നില്ലേ? ഇങ്ങനെ നിരവധി പേര്, ഒന്നല്ല, ഇത് കുറച്ച് പേരുടെ പേരല്ലോ, ഒരു 10-15 പേര് നടന്മാർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നടികൾ നിർമ്മിക്കുന്നില്ലേ? നടികൾ കോടികൾ പ്രതിഫലം വാങ്ങുന്നില്ലേ? എന്താ അതിനെക്കുറിച്ചും പറയാത്തത്? പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊരു ഭാഷയിലെടുക്കുന്ന പടം മാത്രമല്ലല്ലോ. വലിയ ബിഗ് ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞാൽ 4-5 ലാംഗ്വേജിലെടുക്കുന്ന പടമാണ്. അതിന് അവരെ പ്രതിഫലം ചോദിച്ചിരിക്കാം.
ഒരു സാധാരണ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് 4 or 5 ഭാഷയിലൊന്നും നമ്മളോട് സിനിമ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ പരസ്പര പൂർവ്വങ്ങളായി നിന്നുകൊണ്ട് ഒരു ചർച്ചയിലൂടെ വരണം എന്നുള്ളതായിരിക്കണം. ഈ ചർച്ച ചെയ്ത് നിങ്ങൾ തമ്മിൽ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും യോജിക്കുമ്പോൾ പോലും ഇവിടെ സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു വിഹിതമുണ്ടെന്ന് ആലോചിക്കണം. അതായത് ബ്ലാക്ക് മണി, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കള്ളപ്പണം, ആ കള്ളപ്പണം പുറത്തു വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് സമരത്തിൻ്റെ മാർഗം പറഞ്ഞ് June 1 മുതലാണ് സമരം പറഞ്ഞിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് അതിനു മുമ്പ് March 27 മോഹൻലാലിൻ്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസ് ചെയ്യുന്നത്. April 10 മമ്മൂട്ടിയുടെ പടം റിലീസ് ചെയ്യുന്നത്. അതായത് ഒരു സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിലീസ് എത്രയോ സമയം കിട്ടി. 2 മാസം മോഹൻലാലിൻ്റെ പടത്തിന് കിട്ടി. എന്നിട്ടാണ് മഴ സമയത്താണ് സമരം പ്രഖ്യാപിച്ചായിരിക്കണം. സാധാരണ മഴ സമയത്ത് അവിടെ തിയേറ്ററിൽ ആരും പോകാറില്ല. എത്ര വലിയ പടമായാലും ശരി. April 10 മമ്മൂട്ടിയുടെ പടം വരുന്നു അല്ലേ, അത് വിഷു പ്രമാണിച്ച് വരുന്നു. അതിനും കുറേ ദിവസം കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇവർ സമരം ചെയ്താൽ തന്നെ ഒരു കാരണവശാലും ഈ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് ഒന്നും ബാധിക്കില്ല എന്നാലോചിക്കണം. ഇത് മുമ്പേ തന്നെ വിറ്റ് കാശാക്കി കഴിഞ്ഞില്ലേ. അവരവരെ ലാഭം പോക്കറ്റിലിട്ട് നടക്കുകയാണെന്ന് ആലോചിക്കണം. മിണ്ടില്ലാരും ഇവിടെ. കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് വേണം, മോഹൻലാലിൻ്റെ ഡേറ്റ് വേണം, പൃഥ്വിരാജിൻ്റെ ഡേറ്റ് വേണം, എല്ലാവരുടെയും ഡേറ്റ് ഇവർക്ക് വേണം. ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഈ അമ്മ സംഘടന നോക്കൂ. അമ്മ സംഘടന എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിച്ചിട്ട് എത്രയോ വർഷങ്ങളായ എത്ര പേരുണ്ട്. ഇവർ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്നു, ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടല്ല ഈ വീതം വെച്ചുകൂടാ? ഒരു വർഷത്തിൽ ഞങ്ങൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സിനിമകളിൽ ഇന്ന ആൾക്കാർക്ക് ഒരു 2 പടം വെച്ച് കൊടുക്ക്. നിങ്ങൾ അവർക്ക് കിട്ടാമെന്ന് വെച്ചാൽ ഏകദേശം 10-25,000 രൂപ മാക്സിമം കിട്ടാൻ പോകുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 50,000 രൂപ അവർക്ക് കിട്ടട്ടെ, അത് വിചാരിക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു 2 പടം വീതം വെച്ച് കൊടുത്താൽ തന്നെ അതൊരു ഇതങ്ങനെ ചെയ്യുന്നില്ല. ആരാണ് ലൈവായിട്ട് നിൽക്കുന്നത്, സക്സസ് ഉള്ളവരാരാണ്, ഗ്രൂപ്പുകളുള്ള ആരാണ്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ആലോചിക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് ഒരു സംഘടനയല്ല ഉള്ളതെന്ന് ആലോചിക്കണം. ആന്റണി പെരുമ്പാവൂർ പോലും അമ്മയിലെ മെമ്പറാണെന്ന് ആലോചിക്കണം. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒത്തിരി പിടികിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ അത്ര വലിയ നടനായിട്ടൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. കൊച്ചു കൊച്ചു റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച പലർക്കും അമ്മയിലും മെമ്പർഷിപ്പും കൊടുത്തിട്ടില്ല ആലോചിക്കണം. ഇല്ലേ? ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഒരാളിപ്പോൾ ആന്റണി 4-5 സംഘടനയിൽ പ്രതിനിധിയാണത്, മോഹൻലാൽ 3-4 സംഘടനയിൽ പ്രതിനിധിയാണത്, മമ്മൂട്ടി 3-4 സംഘടനയിൽ പ്രതിനിധിയാണത്, ദിലീപ് 3-4 സംഘടന, ഇങ്ങനെയല്ല പൃഥ്വിരാജ് അടക്കം ഇവരെല്ലാവരും 3-4-5 സംഘടന പ്രതിനിധിയാണ്. അപ്പോൾ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ഇവരും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സംഘടന ആദ്യം ശക്തിപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ സുരേഷ് കുമാറും സിയാദ് കോക്കറും പറഞ്ഞൊക്കെ ഞാൻ കേട്ട് വിജയകുമാറും പറഞ്ഞു 100% സത്യം തന്നെ. നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം ചെലവഴിച്ചുകൊണ്ട് ഒരു നടനും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങൾ സിനിമ നിർമ്മിച്ച് നിങ്ങളെ വലുതാക്കിയെന്ന് അറിയിക്കണം. അത് പറയണം. ഇനി ഇത് വളർന്ന് വഴിയുമ്പോൾ ഞാൻ എങ്ങനെയോ ഉയർന്നു വന്നു എന്നുള്ളതല്ല, എല്ലാവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാധ്യമ പ്രവർത്തകർ സഹകരണം ഉണ്ടായിട്ടില്ല ഇവിടെ ഇല്ലേ? സ്റ്റാമ്പ് സൈസ് ഫോട്ടോ കൊണ്ടുവന്നിട്ട് വലുതാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഇല്ലേ? അന്ന് തുടങ്ങിയിട്ടാണ്. ഇപ്പം എല്ലാവരും പുച്ഛമാണ്. ഇപ്പം 1000 കോടിയിൽ കുറഞ്ഞൊരു വീടും ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ 1000 കോടി വീട് വെക്കാനുള്ള അവർക്ക് എവിടെ ഉണ്ടായി? ഇവരുടെ തന്നെ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ED വിട്ട് പരിശോധിപ്പിക്കുകയാണെങ്കിൽ എത്ര പേര് കുടുങ്ങേണ്ടി വരും? കണക്കുകൾ വെള്ളം അതായത് കണക്കുകൾ കൃത്യമായിട്ട് അവതരിക്കണം. നിങ്ങൾക്ക് ഒരു സിനിമയിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു? പ്രതിഫലം മാത്രമല്ല മേടിക്കുന്നത്. ഇപ്പോൾ OTT റൈറ്റ്സ് പോലും മേടിക്കുന്ന ആൾക്കാരുണ്ടില്ലേ? അപ്പോൾ പ്രൊഡ്യൂസർക്ക് അവസാനം ഒന്നും കിട്ടുന്നില്ല. ഇപ്പം നേരത്തെ കണക്കെടുത്ത് 100 കോടി എന്ന് പറഞ്ഞ നോക്കുക. 100 കോടിയിൽ അത് കിട്ടിയാൽ 27 കോടി ഒരു പക്ഷേ പ്രൊഡ്യൂസർക്ക് കിട്ടുമായിരിക്കാം. ആ 27 കോടി 40 കോടിക്ക് ചിത്രം എടുത്തു കഴിഞ്ഞാൽ 13 കോടി ആ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണെന്ന് ആലോചിക്കണം. ഈ കണക്കുകൾ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ കണക്കുകൾ പെരുതി ഊതി വീർപ്പിക്കുന്നത് സ്റ്റാർഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കാം. വരുന്നവരെ ഒന്ന് ആലോചിക്കുക. ഇപ്പം എത്ര പഴയ പ്രൊഡ്യൂസർമാരുണ്ട്. പഴയ പ്രൊഡ്യൂസർമാർക്ക് ഇവരെത്ര പേര് ഡേറ്റ് കൊടുക്കുന്നുണ്ട്? അതല്ല ചെയ്യുന്നത്. വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തവർ സിനിമയ്ക്ക് ചക്ക വെട്ടിവെച്ച പോലെ ഈച്ചയെ ആകർഷിക്കുന്ന പോലെ പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരിക. അവർ വിചാരിച്ച് ശരിയല്ലേ? കണക്കുകൾ എത്ര ജോറായിരിക്കുന്നു. അതും മമ്മൂട്ടി പടം എടുക്കാം, മോഹൻലാൽ പടം എടുക്കാം, പൃഥ്വിരാജ്, ഇങ്ങനെ വമ്പന്മാരെ പടമെടുക്കാം, ചേർന്ന് അവർ ഫോട്ടോ എടുക്കാം, നാട്ടിൽ പേരായി പ്രശസ്തിയായി. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴോ അപ്പോഴാണ് എല്ലാം പോയിന്ന് മനസ്സിലാക്കുക. വിജയിച്ച
പുതിയ എത്ര നിർമ്മാതാക്കളുണ്ട്? പഴയ കാര്യം വിട്. കാരണം പഴയ കാര്യം വിടാൻ പറയാൻ കാരണം പഴയ നിർമ്മാതാക്കൾ സിനിമയോടൊപ്പം ഉണ്ടായിരുന്നു ആലോചിക്കണം. ഇപ്പം സിയാദിനെ കുറിച്ച് പറയുമ്പോൾ സിയാദും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ സിയാദ് തൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, സംഘടനയ്ക്ക് വേണ്ടി കാര്യം മറക്കാൻ പറ്റില്ല. സുരേഷ് കുമാർ സിനിമയ്ക്ക് വേണ്ടി കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. സുരേഷ് കുമാർ സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം മറക്കാൻ പറ്റില്ല. എനിക്കറിയാവുന്നൊരു കാര്യം, സുരേഷ് കുമാർ ഇവിടെ ഒരു ത്യാഗിയാണെന്നുള്ളതാണത്. ആർക്ക് എന്ത് പ്രശ്നം വന്നാൽ അവിടെ ഓടിയെത്തുന്ന ഒരു സുഹൃത്താണെന്ന് ആലോചിക്കണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ചെയ്ത കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങൾ ചെയ്ത കാര്യം ചെയ്തു എന്ന് തന്നെ പറയണം എന്നായിരിക്കണം. അപ്പം ഇനി മുതൽ എന്താ വേണ്ടത്? നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിൽക്കുന്നവർ ആ സംഘടന ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അപ്പോൾ അവരെന്താ പറയുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട് മാറി വേറെ നിൽക്കുന്നു. അതായത് ലൈവായി നിൽക്കുന്ന ആൾ മാറി നിന്ന് പേടിപ്പിക്കേണ്ട ആവശ്യം പോണൊരു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജനം തിയേറ്ററിൽ കയറിയാൽ മാത്രമേ പടം വിജയിക്കുള്ളൂ എന്ന് ആലോചിക്കണം. അത് നല്ല സിനിമ എടുക്കണം. നല്ല സിനിമ എടുക്കുമ്പോൾ കുറച്ച് ചിലവ് ചുരുക്കിയിട്ട് ഇപ്പോൾ 2-3 പടങ്ങൾ പൊന്മാനടക്കമുള്ള സിനിമകൾ നല്ല സിനിമകളല്ലേ? അപ്പോൾ അങ്ങനെ അതും വിജയിച്ചല്ലോ. അതൊരു സൂപ്പർ സ്റ്റാർ, വലിയ സൂപ്പർ സ്റ്റാർ അഭിനയിച്ച പടങ്ങളൊന്നുമല്ല. ഇങ്ങനെ കുറേ പടങ്ങൾ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇനിയും പടങ്ങൾ വിജയിക്കുന്ന ആലോചിക്കണം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണ്ട സിനിമയ്ക്ക് വേണ്ടത് കൂട്ടായ്മ വേണമെന്ന് പറയുമ്പോൾ തന്നെ ഏതാനും ആർട്ടിസ്റ്റുകൾ മാത്രം എല്ലാം കൈയടക്കി വെക്കുന്ന രീതി അത് മാറ്റി എടുക്കണം എന്നുള്ളതാണത്. അതിന് ആദ്യം വേണ്ടത് തിരക്കുള്ള നടന്മാര് സിനിമ പ്രൊഡ്യൂസ് ചെയ്യരുത്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണത്. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ കണക്കിൻ്റെ കാര്യം പറയണം. പിന്നെ ഇവർ സംഘടന ശക്തമായി നിൽക്കണം എന്നുള്ള. അവിടെ നമ്മൾ അയ്യോ മോഹൻലാലിൻ്റെ പടമാണ് എങ്ങനെ മൂത്ത് നോക്കി പറയുക, മമ്മൂട്ടിയുടെ പടമാണ് എങ്ങനെ മൂത്ത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ മുഖങ്ങളല്ല, ഇവിടെ സിനിമയാണ്, പ്രൊഡ്യൂസറാണ്. നിങ്ങൾ കാശ് ചെലവഴിക്കുമ്പോൾ ആ കാശിനൊരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കണം, വേണ്ടേ? തീർച്ചയായും. എന്തായാലും പല്ലിശ്ശേരി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് സിയാദ് കോക്കർ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം ഇടവേളയ്ക്ക് ശേഷം. സന്ദീപ് വണക്കം. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ശ്രീ സിയാദ് കോക്കർ, പറയേണ്ട സമയത്ത് പറയണമായിരുന്നു, ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പരിണത ഫലം പ്രൊഡ്യൂസർമാർ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ശ്രീ പല്ലിശ്ശേരി പറഞ്ഞ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ചലച്ചിത്ര മേഖലയിലുള്ള ചില അനാശാസ്യ പ്രവണതകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അല്ല, പല്ലിശ്ശേരി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടായിരുന്നു. പല്ലിശ്ശേരി ഞാനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ നാച്ചുറലി സിനിമയല്ലേ, അത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഒരു സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് പല്ലിശ്ശേരി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഗ്രോത്തിലും, എൻ്റെ കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഗ്രോത്തിലും തന്നെ അദ്ദേഹം എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഒരു വലിയ യുദ്ധവും വഴക്കമൊന്നും അല്ലെങ്കിലും അദ്ദേഹം കണ്ണവാനെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ പുള്ളിയുടെ ഇതെന്നുള്ള പത്രപ്രവർത്തനം എന്ന നിലയിൽ കണ്ണവാനെ എന്നെ സഹായിച്ചെന്ന് വെച്ചാൽ എൻ്റെ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു കൂടെ വെളിച്ചത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പല്ലിശ്ശേരി മനസ്സിലാക്കേണ്ടത്, എല്ലാം നമ്മൾ ഈ പറഞ്ഞ മാതിരി ചില സമയങ്ങളിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഈ വാക്കുകൾക്ക് വിലയുണ്ടാവുള്ളൂ. അത് സിനിമയുടെ ഒരു പ്രത്യേക അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ ഓടി
എല്ലാവരും ആഹ്ലാദിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ എന്തിനും ഇവനിത് സംസാരിക്കണം, ഇപ്പോൾ പടങ്ങളൊക്കെ ഓടുന്നില്ലേ എന്നൊക്കെ. ഇപ്പോൾ ഇതൊരു കഷ്ടകാലം പിടിച്ച സമയമാണ്. അത് സിനിമ പ്രൊഡ്യൂസേഴ്സിന് മാത്രമല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമല്ല, എക്സിബിറ്റേഴ്സ്. ഞാനൊരു എക്സിബിറ്റർ ആയിരുന്നു, പല്ലിശ്ശേരിക്കും അറിയാം, പലർക്കും അറിയാം. അപ്പം ഈ എക്സിബിഷനിൽ എന്ത് തകർച്ച വരുന്നു എന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതാണ്, നേരിട്ട് നടത്തിയിട്ടുള്ളതാണ് എൻ്റെ കുടുംബ ബിസിനസ്സായിട്ട്. അപ്പോൾ ആ ബിസിനസ്സിൽ ഞാൻ മൂക്കത്ത് കൈവെക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ പ്രൊലോങ് ചെയ്ത് പോകുന്നു, ഇത്രയും ആധുനീകരിച്ച് റിനോവേഷൻസ് നടത്തി, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എന്നിട്ട് അവർ മുമ്പോട്ട് പോകുന്നത് എങ്ങനെ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളുള്ള പലരും ഉണ്ട്, ഈ അന്നും ഇന്നും ഉണ്ട്. അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മാനം എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടിയിണക്കാൻ വേണ്ടി, അത് ഈ ജനം അവിടുത്തെ അവരുടെ ലോക്കൽ ആൾക്കാർക്ക് അവരുടെ പേരിലുള്ളൊരു മതിപ്പ് കളയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബപ്പേര് കളയാതിരിക്കാൻ വേണ്ടി തിയേറ്റർ അടക്കാതെ കഴിച്ചു കൂട്ടുന്നു. എന്നാൽ തന്നെ 2 സ്ക്രീനുള്ളിടത്ത് ഒരു സ്ക്രീനേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പുറത്ത് അങ്ങനെ വലിയ ന്യൂസ് ഉണ്ടാവില്ല. മറ്റേത് 1 മാസത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ആ തിയേറ്റർ പൂട്ടി. ഇത് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ്. അപ്പോൾ നാച്ചുറലി അതിന് പലിശക്ക് കടം മേടിച്ചിട്ട് ചിലപ്പം ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചവരുണ്ടാവും. ഇന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ, കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ജനറേറ്ററിലാണ് നടക്കുന്നത്. അത്രയും ഭീമമായ കറണ്ട് എൻ്റെ ബില്ലുകൾ വന്നിട്ട് അതിൻ്റെ ബില്ലടക്കാതെ അവർക്ക് മറ്റേ വരുമ്പോഴത്തേക്കും കറണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ജനറേറ്ററിൽ ഓടിക്കും. ഡബിൾ ചിലവാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും വെളിച്ചത്ത് നമുക്ക് പറയാൻ, അതായത് തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. പണ്ട് പല സമയങ്ങളിലും ഇതേമാതിരി സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. നമുക്ക് ആ സമയത്താണ് അത് തുറന്ന് പറയാൻ പറ്റിയത്. അല്ലാതെ അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ്. അതിന് ഈ സമയമാണ് ഇതിന് പറ്റിയ സമയം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. ശ്രീ മിനുകിരത്ത്, എനിക്ക് തോന്നുന്നു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഈ സംഘടന പിളർത്താനുള്ളൊരു ശ്രമം ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഇടപെടലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. മാത്രമല്ല, അത് സുരേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻ്റണി പെരുമ്പാവൂരിനെ നിർത്തി ചിലർ കളിക്കുകയാണ്, ആൻ്റണി പെരുമ്പാവൂരിന് ഇങ്ങനെ പറയാനുള്ള ആർജവം ഒന്നുമില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പിളർത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. മാത്രമല്ല, ഇവരുന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വിശിഷ്യ സുരേഷ് കുമാറിൻ്റെ വിമർശകർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് താരങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിക്കൂടാ എന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, ഇത് ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കാൻ ചിലർ ശക്തമായി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. കാരണം ഇന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരുമിച്ചാണ് പ്രസ്താവന നടത്തിയിരിക്കുന്നത് സുരേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ചെയ്ത ഒരു ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് സുരേഷ് കുമാർ പറഞ്ഞത് മൈക്കിലൂടെ. അവിടെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാർ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് പെരുമാവൂർ പറഞ്ഞ സുരേഷ് കുമാറിനെ ആര് ചുമതലപ്പെടുത്തിയതാണ്? അത് കോമൺ സെൻസ് ഇല്ലേ? പ്രസിഡന്റ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ തൊട്ടടുത്ത് വരുന്നത് വൈസ് പ്രസിഡന്റ് അല്ലേ? അവിടെ ആൻഡോ ജോസഫ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. നോക്കൂ, സിയാദ് കോക്കറിനെ പോലെ, അല്ലെങ്കിൽ പല്ലിശ്ശേരി, ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ക്യാപ്ഷൻ സിനിമയ്ക്കുള്ളിലെ സിനിമയോ പല്ലിശ്ശേരി പറയാൻ തുടങ്ങിയാൽ ഒരു 10,000 പരമ്പരകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. സിനിമയ്ക്കകത്തുള്ള ഇവരൊക്കെ എങ്ങനെയായിരുന്നു, ഏത് രീതിയിലാണെന്ന്. സുരേഷ് കുമാറും സിയാദ് കോക്കറും ഒക്കെ സിനിമ നോക്കൂ, സിയാദ് കോക്കർ തിയേറ്റർ ഉടമയാണ്, നിർമ്മാതാവാണ്. നേരത്തെ പല്ലിശ്ശേരി പറഞ്ഞ പോലെ ചിലപ്പോൾ ഉടക്കാറുണ്ട്. ഞാനും ഒക്കെ ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ അദ്ദേഹമായിട്ടൊക്കെ ഉണ്ട്. അത് വേണം, അത് സിനിമയോടുള്ള സിൻസിയറിറ്റിയാണിത്. പരസ്പര ഇതും അങ്ങനെ ആവണം. സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയോടുള്ള ആത്മാർത്ഥതയ്ക്കുള്ള തർക്കങ്ങളാവട്ടെ. പല്ലിശ്ശേരി ഞാൻ വന്നപ്പോൾ കേട്ട ഒരു പ്രസക്തമായൊരു പോയിൻ്റാണ് പല്ലിശ്ശേരി ചോദിച്ചത്. ഒരു നിർമ്മാതാവിന് ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു നിർമ്മാതാവ് അവിടെ ഉള്ളൂ. പക്ഷെ താരസംഘടനയിൽ എത്ര പേർക്ക് ഇവിടെ തൊഴിലുണ്ട്? എല്ലാവർക്കും തൊഴിൽ എന്നൊരു പദ്ധതി എന്താ ഈ താരസംഘടന വയ്ക്കാത്തത്? എത്ര പാവങ്ങളുണ്ട്, അമ്മയിലെ മെമ്പറാണ്, പക്ഷേ എത്ര കൊല്ലമായിട്ട് പടമില്ലാത്തവർ. അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കൂ.
അങ്ങനെയൊക്കെയല്ലേ ഒരു താരസംഘടനയായാലും ഏതൊരു സംഘടനയും വരേണ്ടത്. സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ബഡ്ജറ്റ് കുറച്ച് സിനിമകൾ കൂട്ടിയാൽ ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാവും. സുരേഷ് കുമാർ കൂടുതലും ഉദ്ദേശിച്ചത് ടെക്നീഷ്യൻ സൈഡും കൂടെയാണ്. കാരണം എത്രയോ ടെക്നീഷ്യൻസ് ഉണ്ട് തൊഴിലില്ലാതെ നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു നിർമ്മാതാവേ ഉള്ളൂ. താരസംഘടന അങ്ങനെയല്ല. ഏതൊരു സിനിമ എടുക്കുമ്പോഴും ഈ വർഷം ആരൊക്കെ അഭിനയിച്ചില്ല, ചെറിയ വേഷം അയാൾക്ക് കൊടുക്കുക. അയാൾക്ക് ഒരു 10,000 രൂപ കിട്ടിയാൽ പല്ലിശ്ശേരി പറഞ്ഞത് 2 പടമായ 20,000 രൂപ അവൻ റേഷൻ മേടിക്കുന്നേ. ഇത് ചെയ്യാതെ കുറച്ചു പേര് മാത്രം എത്രയോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ നിർമ്മാതാക്കൾ തന്നെയല്ലേ ഈ താരങ്ങളെയൊക്കെ നിർമ്മാതാവാക്കിയത്? താരങ്ങളാക്കിയത് നിർമ്മാതാവാക്കിയതും. നോക്കൂ, താരങ്ങളാക്കുകയാണ്. എല്ലാവരും മനുഷ്യരാണ് സിനിമയിലെ. അതിൽ കുറച്ചു പേരെ പണം മുടക്കി താരങ്ങളാക്കുകയാണ്. പിന്നെ അവർ തീരുമാനിക്കുകയാണ് സിനിമ എങ്ങോട്ട് പോകണമെന്ന്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു കൂട്ടായ്മയോടുകൂടി പോണ്ടേ. അങ്ങനെ ആയിരുന്നില്ലേ പണ്ട് സിനിമ? ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നെങ്കിൽ അതെല്ലാം മാറ്റിവെക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. ഇത് 2 ദിവസത്തെ ചർച്ച കഴിയുമ്പോൾ വീണ്ടും ആൻ്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും മോഹൻലാലും പൃഥ്വിരാജും ഇവരെല്ലാം നാളെ ഇരുന്ന് ഹാപ്പി ആയിട്ട് പടങ്ങൾ ചെയ്യട്ടെ. അതേ സംഭവിക്കുള്ളൂ. അല്ല പിളർത്താനൊന്നും പറ്റില്ല. അങ്ങനെയൊന്നും പിളരുന്ന ആളുമല്ല, മാപ്പ് പറയുന്ന ആളുമല്ല സുരേഷ് കുമാർ. സുരേഷ് കുമാർ മാപ്പ് പറയണം എന്നൊരു പ്രസ്താവന കണ്ടു. അതൊക്കെ വെറും ബാലിശമാണ്. പിന്നെ ഒരു സിനിമയുടെ അകത്തുള്ള സംഘടനയുടെ താരങ്ങളുടെ ഇവിടെ ഏറ്റവും എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ശ്രീ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് ശരിയാണ്, ഒരുപാട് സിനിമകൾ എടുക്കുന്ന ബിഗ് ബഡ്ജറ്റ്. പക്ഷേ അദ്ദേഹം എപ്പോഴും നിൽക്കേണ്ട നിർമ്മാതാക്കളുടെ കൂടെ ആയിരിക്കുന്നു. അദ്ദേഹം നടനല്ല, അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹം നിർമ്മാതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരുടെ കൂടെ. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ താരങ്ങൾക്കും സ്വന്തമായിട്ട് പ്രൊഡക്ഷനുണ്ട്, സ്വന്തമായിട്ട് തിയേറ്ററുണ്ട്, സ്വന്തമായിട്ട് എല്ലാ അസോസിയേഷനിലും ഇവരൊക്കെ മെമ്പറാണെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് പൈസ വരണമെങ്കിൽ അവരുടെ അഭിനയത്തിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവരവരുടെ കൂടെ നിൽക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇനി ഈ പരസ്യ പ്രസ്ഥാനങ്ങളെല്ലാം അവസാനിച്ചിട്ട് പരസ്പരം ചെളിവാരി എറിയാതെ തമ്മിലൊരു ചർച്ച ചെയ്ത് ഇതിന് ഈ ജൂണിലെങ്ങാണ്ടോ ഒരു സമരം ചെയ്യുന്ന ഗതി കെട്ടാൽ എന്നാണ് പറഞ്ഞത്. അല്ലാതെ സമരം ചെയ്യുന്ന ഉറപ്പിച്ചൊന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നേരത്തെ സന്ദീപ് പറയുന്നത് ഞാൻ മറ്റൊരു ചാനലിൽ കേട്ടതാണ്. ഇവിടെ പറയാത്ത കാര്യങ്ങളാണ് പകുതിയും പുറത്തു വന്നിരിക്കുന്നത്, പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നേരത്തെ നമ്മുടെ അനിൽ നമ്പ്യാർ ചോദിച്ച പോലെ ഇത് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, സന്ദീപ് സേനൻ, ഒരു സിനിമ ബോക്സ് ഓഫീസിൽ തകർന്ന അതിൻ്റെ ക്ഷീണം പ്രൊഡ്യൂസർ മാത്രമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അല്ലേ? സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് താരങ്ങൾ കൂടി ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചില നീക്കുപോക്കുകൾക്ക്, അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവണം. അത് ചലച്ചിത്ര മേഖലയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായകരമായ ഒരു നിർദ്ദേശമല്ലേ? അല്ലേ? അത് ആക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത് സിനിമയെ സ്നേഹിക്കുന്നവ? ഈ ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു പോകാനായിട്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് ഞങ്ങളിത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഏകപക്ഷീയമായി ഒരു നിർമ്മാണ ഇത് കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും ഇന്ന് പറ്റാത്ത ഇതാണ്. നമ്മളിപ്പോൾ മലയാളം സിനിമ നിങ്ങൾ മാറ്റിവെക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. ബോളിവുഡിൽ എന്താ സംഭവിക്കുന്നത്? ഒരു താരത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസും ഒരു സ്റ്റുഡിയോയും എല്ലാം കൂടെ ജോയിൻ ചെയ്താണ് സിനിമ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? താരത്തിന്റെ ചിലപ്പോൾ ശമ്പളം അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഉള്ളത് ഫണ്ട്, ലിക്വിഡിറ്റി, ഇതെല്ലാം ഒരു സിനിമയുടെ ലിക്വിഡിറ്റി. ഇപ്പം ഫോർ എക്സാമ്പിൾ അക്ഷയകുമാർ 140 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് പണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. ആ 140 കോടി രൂപ ഒരിക്കലും അക്ഷയകുമാറിന് അപ്ഫ്രണ്ട് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ സിനിമാ നിർമ്മാണ പ്രക്രിയക്കിടയിൽ കൊടുത്തോണ്ടോ നമുക്ക് ഒരു നിർമ്മാതാവിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് പ്രൊഡക്ഷനിലേക്ക് ജോയിൻ ചെയ്യും. അദ്ദേഹത്തിന്റെ ശമ്പളം ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അദ്ദേഹവും അതിന്റെ ഭാഗമാവുന്നു. മേ ബി ഒരു എമൗണ്ട് അപ്ഫ്രണ്ട് ആയിട്ട് ഒരു സർട്ടൻ ഫിക്സഡ് എമൗണ്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള കാശ് സിനിമ ബിസിനസ് നടക്കുമ്പോൾ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കൂടെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ സിനിമാ നിർമ്മാണ രീതി നമ്മുടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ചർച്ച. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പേയ്മെന്റ് സ്ട്രക്ചർ 30%, 30%, 40%. ശരിയാണ്, ഒരു നിർമ്മാണം നടക്കണ്ടേ? എല്ലാവരും സിനിമ കഴിയുമ്പോൾ കാശ് വീട്ടിൽ കൊണ്ടുപോവുകയും ആ സിനിമയുടെ അവസാനം നഷ്ടം വന്നാലും ലാഭം വന്നാലും പ്രൊഡ്യൂസറിന്റെ മാത്രമാണ്. അപ്പൊ പ്രൊഡ്യൂസറിന് 100% അത് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പോഴല്ലേ നടന്മാർ നിർമ്മാതാക്കളായത്. അപ്പൊ ഞങ്ങളെ വെച്ച് സിനിമ ചെയ്യണ്ട എന്ന് പറയുന്ന കാലം ഇപ്പോഴല്ലേ ഉണ്ടായത്.
എല്ലാ നടന്മാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. നടന്മാർ ഈ സിനിമയുടെ വ്യവസായം മനസ്സിലാക്കി അല്ല ആ സന്ദീപേ, ഈ വിമർശകർ തിരിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ട് നടന്മാർക്ക് സിനിമ പിടിച്ചുകൂടാ എന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അല്ല, നടന്മാർക്ക് സിനിമ പിടിച്ചുകൂടാ എന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നിർമ്മാതാവ് ആവാനായിട്ട് അതിനകത്ത് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. നടന്മാർക്കും നിർമ്മാതാക്കളാകാം, 100% ആവാം. ഇപ്പം ഞാൻ പറയുന്നത് ഒരാളുടെ ഇപ്പം അത് നടന്മാരുടെ ഇഷ്ടമാണ്. ഇപ്പം മലയാളത്തില് ഇപ്പം ശ്രീ ആന്റണി പെരുമ്പാവൂർ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അത് ഒരു ഒരു നടനെ വെച്ച് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ ഒരു ഇഷ്ടമാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ഇഷ്ടമുള്ള കഥകൾ ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിൽ സിനിമ ചെയ്യാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് അവരെ ആരെയും ബാധിക്കാത്ത രീതിയിൽ അവിടെ സിനിമ ചെയ്തു പോകുന്നുണ്ട്. അതിനകത്ത് ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മൾ ആരും ഇവിടെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ മറ്റു നിർമ്മാതാക്കളുടെ സിനിമകൾ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ കാശ് വാങ്ങിക്കാതിരിക്കുകയും, ഇപ്പൊ ഞാൻ പറയുന്നത് മലയാളത്തിൽ പല നടന്മാരും ഈ പറയുന്ന പോലെ ഇത്തരം അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്, നിർമ്മാതാക്കളുമായിട്ട് ചേർന്ന് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ചെയ്യുന്ന നടന്മാരുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഒരു നടന്റെ 60 മുതൽ 70% അദ്ദേഹത്തിന്റെ കോസ്റ്റും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കൂടെ വരുന്നവരുടെ ചെലവുകൾ, ഇതെല്ലാം കൂടി ചിലപ്പോൾ താങ്ങാൻ പറ്റുന്ന അവസ്ഥ വരാത്തത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നടന്മാരുമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത്. അതുമല്ല, ഒരു എ കാറ്റഗറി ആക്ടർ, അത് കഴിഞ്ഞ് ആ സിനിമയിൽ മറ്റ് ക്യാരക്ടർ ആക്ടേഴ്സ് വരുന്നുണ്ട്, അവരുടെയും ശമ്പളം ചിലപ്പം വളരെ ക്രമാതീതമായി കൂടി വന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം അത് കുറയ്ക്കണം. ഇത് കൂടാതെ അന്ന് ഞങ്ങൾ സംയുക്തമായി ഈ ഒരു മീറ്റിംഗ് 6-ാം തീയതി വെക്കുകയുണ്ടായി. 6-ാം തീയതി ഫെഫ്ക എന്ന് പറയുന്ന ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഉണ്ടായിരുന്നു. ഫിയോക്കിന്റെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ വിജയകുമാർ ഏട്ടൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെയും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സിയാദ് ഇവിടെ ഉണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടായിരുന്നു. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ പ്രസിഡന്റ് ശ്രീ സിബി മലയിൽ, ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ സെക്രട്ടറി ശ്രീ GS വിജയൻ, ഇത്രയും പേര് അവിടെ മേജർ, അതായത് മുഖ്യ ഭാരവാഹികളെല്ലാം ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞ കാര്യം, ശ്രീ ആന്റോ ജോസഫ് കഴിഞ്ഞ 6 മാസമായിട്ട് അദ്ദേഹം ഒരു വലിയ ബഡ്ജറ്റ് സിനിമ മമ്മൂക്കയും മോഹൻലാൽ സാറിനെയും വെച്ച് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലീവ് വേണം എന്ന് പറഞ്ഞു. ആ ലീവ് അനുവദിച്ചു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സീനിയർ ആയിട്ടുള്ള 2 വൈസ് പ്രസിഡന്റ്മാരാണുള്ളത്. ഇവരിൽ രണ്ടുപേരും ആരെങ്കിലും ഒരാളാണ് പ്രിസൈഡ് ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ സ്ഥാനം അവർക്കാണ് ബൈലോ പ്രകാരം. അപ്പൊ ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല, ഇത് ആരാണ് അദ്ദേഹത്തിന് ഇത് കൊടുത്തതെന്നുള്ളത്. അദ്ദേഹം 100% അതിനകത്ത് അർഹനാണ്. ഒന്നില്ലെങ്കിൽ ശ്രീ സിയാദ് കോക്കർ, അല്ലെങ്കിൽ ശ്രീ സുരേഷ് കുമാർ. ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ഇത് പ്രിസൈഡ് ചെയ്യേണ്ടത്. രണ്ടുപേരും ഞങ്ങളുടെ സീനിയർ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അത് ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. നിങ്ങളിപ്പോ ഈ വിഷ്വൽ കണ്ടോണ്ടിരിക്കുന്നത് തന്നെയാണ് അന്നത്തെ മീറ്റിംഗിന്റെ ഇത്. സിയോക്കിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും ഉണ്ട്, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ GS വിജയനുണ്ട്, ഫെഫ്ക പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിബു സുശീലിനുണ്ട്. ഇവരെല്ലാവരും സുമേഷ് ഉണ്ട്, അദ്ദേഹം ഫിയോക്കിന്റെ പ്രതിനിധിയാണ്. കൂട്ടായി എടുത്ത തീരുമാനത്തിൽ എങ്ങനെയാണ് സുരേഷ് കുമാറിനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുക? അത് എന്ത് പ്രകോപനത്തിന്റെ പുറത്താണ്? അദ്ദേഹം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം അതിന്റെ വളരെ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഓഫ് റെക്കോർഡ് പറഞ്ഞതാണ് ഇതിനെ കുറിച്ച്, ബഡ്ജറ്റിനെ കുറിച്ച്. ആ ഓഫ് റെക്കോർഡ് പറയുന്നതും ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നതും ഒരു പാതകമാണെന്ന് എവിടെയും നമ്മൾ പറഞ്ഞില്ല. അത് അവരെടുത്ത് പബ്ലിഷ് ചെയ്യുകയും അത് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. പിൻവലിക്കുന്നതിന് ശേഷമാണ് ഇത്തരം പ്രകോപനപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ശ്രീ ആന്റണി പെരുമ്പാവൂർ എടുത്തത്. ഈ പത്രസമ്മേളനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ നേരത്തെ അവിടെ പറയുകയും ചെയ്തു, നാഥനില കളരിയുന്ന ശ്രീ സുരേഷ് കുമാർ ഒരു പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല. അമ്മ എന്ന് പറയുന്ന സംഘടന അഡ്ഹോക് കമ്മിറ്റി, ഇപ്പോൾ നിലനിൽക്കുന്ന അഡ്ഹോക് കമ്മിറ്റിയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കഴിഞ്ഞ 2024 നവംബറിൽ ഞങ്ങൾ അങ്ങോട്ടൊരു ലെറ്റർ അയച്ചു. ഇത്തരം ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ ക്രമാതീതമായി കൂടുന്നു,
ഞങ്ങളിത് നേരിട്ട് നിങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് നടത്തി നമുക്ക് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് അയച്ച കത്തെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നിലവിലൊരു അഡ്ഹോക് കമ്മിറ്റി ആണെന്നും ജൂൺ മാസം ഞങ്ങളുടെ ജനറൽ ബോഡി വരുമ്പോൾ അടുത്ത ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ ചർച്ചയുടെ വിശദ വിവരങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾ അതിനുശേഷം നിങ്ങളുമായി ചർച്ച ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ പറഞ്ഞു. 10 മാസം ഇപ്പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അമ്മയുടെ ഏത് ഭാരവാഹിയെ ഞങ്ങൾക്ക് അവിടെ വിളിക്കാൻ പറ്റുക? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയുക? സുരേഷ് കുമാറിനെ അമ്മയെ വിളിച്ചില്ല, ഏകപക്ഷീയമായി തീരുമാനം എടുത്തു. ആരെ ഏകപക്ഷീയമായി എടുത്തത്? ആ പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്, അവരിപ്പോഴത്തെ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഇതൊക്കെ എവിടെ വളച്ചൊടിക്കപ്പെടുന്നത്? ഇവരാരും അപരിചിതരോ അന്യരോ അല്ല, അല്ലേ? അല്ല. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ശ്രീ സുരേഷ് കുമാറിനുണ്ടല്ലോ. ഒരു ഫോൺ കോൾ അകലെയല്ലേ അപ്പുറം ഒക്കെ. അപ്പം ഇതിനകത്ത് അങ്ങനെ അദ്ദേഹം ഇത് മനഃപൂർവ്വം ഇതിനെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യുമെന്ന് ആരാണ് പറഞ്ഞത്? സിനിമാ സമരം ഉണ്ടാകാം, ആദ്യത്തെ ഒരു ദിവസം സൂചനാ സമരം ഉണ്ടാകും. സൂചനാ സമരം കഴിഞ്ഞിട്ടല്ലേ സിനിമയിൽ, അതും ജൂൺ മാസം, 5 മാസം കഴിഞ്ഞപ്പുറമുള്ള സമരത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എത്രയോ ചർച്ചകൾ ഉണ്ടാവാം. എറണാകുളം നഗരത്തില് 1.5 കിലോമീറ്റർ അകലെ ചുറ്റളവിലാണ് ഈ സംഘടനകളുടെ എല്ലാ ഓഫീസുകൾ. ഒരു 4 ചുവടെടുത്ത് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും വെക്കാവുന്ന, കാലെടുത്ത് വെക്കാവുന്ന ഈ സംഘടനകളുടെ ഓഫീസുകൾ ഇരിക്കുമ്പോൾ ഇവിടെ ആരാണ് പറഞ്ഞത് ഇനി ആരും ചർച്ചയില്ല, നേരെ ഷട്ട്ഡൗൺ ഞങ്ങൾ ചർച്ചയ്ക്ക് ശേഷം ആ പത്രസമ്മേളനത്തിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ത് പ്രകോപനമാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരേ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ഉണ്ടായത്? വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലായിരുന്നോ കഴിഞ്ഞ 4 ദിവസമായിട്ട്? ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളെയും വരെ വ്യക്തിപരമായിട്ട് എത്രമാത്രമാണ് ആൾക്കാർ അധിക്ഷേപിച്ചത്? അപ്പൊ അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ട്രേറ്റ് ബോഡി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി, സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് വേണ്ടി സംസാരിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങും അദ്ദേഹം സംസാരിച്ചിട്ടില്ല, ഇന്നോളം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നടന്മാർക്കും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി അദ്ദേഹം വളരെ കുറച്ചാണ് സംസാരിക്കാറ്, മറ്റുള്ളവരുടെ കാര്യത്തിനാണ്. ഒരു വ്യവസായത്തിന് വേണ്ടി സംസാരിച്ചതാണ് അദ്ദേഹം. അന്ന് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. സർക്കാരിനെതിരെ പോകണം, ഒരു സിനിമയ്ക്ക് 100 കോടി രൂപ കിട്ടുവാണെങ്കിൽ അതിൽ 30 കോടി രൂപ കൊണ്ടുപോകുന്നത് സർക്കാരാണ്. ആത്യന്തികമായി കാശ് മുടക്കുന്ന നിർമ്മാതാവിന് കൈ കിട്ടുന്ന 27 കോടി രൂപയാണ്. സത്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ആർക്കാ ഇത് ബുദ്ധിമുട്ട്? കാശ് മുടക്കുന്ന നിർമ്മാതാവിന്റെ കയ്യിൽ അവസാനം കിട്ടുന്ന കാശാണ് നിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അറ്റാദായം. അതിൽ സർക്കാർ 30 കോടി കൊണ്ടുപോകുന്നത് ഞങ്ങൾ നോക്കണം. സർക്കാരിലേക്ക് പോകുന്ന 30 കോടി രൂപ ജനക്ഷേമത്തിനും ഈ പറയുന്ന ഇതര സാംസ്കാരിക തൊഴിലാളി ക്ഷേമനിധിയിലേക്കും 3 രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്കല്ലേ ഇത് എത്തുന്നത്? ആ സാംസ്കാരിക ക്ഷേമനിധിയിൽ 3 രൂപ എത്തിക്കാനായിട്ട് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അഘോരാത്രം പണിയെടുത്തിട്ടുണ്ട്. ഈ കീബോർഡ് വിപ്ലവം നടത്തുന്ന ഈ പിള്ളേർക്കോ ഫാൻസുകാർക്കോ ഇത് അറിയാമോ? 5 കൊല്ലം അദ്ദേഹം കേരള കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം സാധിച്ചെടുത്തത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ശ്രീ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അവസാന ദിവസം ഇവിടെ ഒരു വലിയ ഹർത്താലിന്റെ ദിവസമായിരുന്നു റിലീസ്. ഹർത്താലിനെക്കാട്ടിലും വലിയ കാര്യമാണ് ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കി ഇറക്കേണ്ട സിനിമ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ അടിയുറച്ചു നിന്ന് അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കാനായിട്ട് മുൻകൈ എടുത്ത സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ്. മരക്കാർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ളവർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ എത്രമാത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു നിർമ്മാതാവിന് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ട്, എന്ത് തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രകോപനം ഉണ്ടാവാനായിട്ടുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഇത് അറിയാതെ അദ്ദേഹം ഓഫ് റെക്കോർഡ് പറഞ്ഞത് ഒരു മാധ്യമം എടുത്ത് പബ്ലിഷ് ചെയ്തതാണോ തെറ്റ്? അത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷവും ശ്രീ സുരേഷ് കുമാറിനെ അത്രയും മോശമായിട്ട് അദ്ദേഹത്തിനെ വിമർശിക്കുകയും അദ്ദേഹം ആരാണ് ഇത് ചെയ്യാനെന്ന് ചോദിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ നിർമ്മാതാവ് എന്നുള്ള രീതിയിലും മലയാളത്തിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം ഇനിയും സിനിമ എടുക്കും അല്ലെ? ഇവിടെ ഇപ്പൊ പൊതുവായിട്ട് ഇവിടെ എവിടെയൊക്കെ പറയുന്നുണ്ട് സീനിയർ നിർമ്മാതാവ്, പ്രായമുള്ള നിർമ്മാതാവ്, തന്ത വൈബ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമല്ല. ശ്രീയാദ് കോക്കർദാസ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വർഷവും ഒരു സിനിമ റിലീസ് ചെയ്തു. ഈ കഴിഞ്ഞ വർഷവും സുരേഷ് കുമാർ 1.5 വർഷം മുമ്പ് സിനിമ റിലീസ് ചെയ്തവരാ. ഇവരൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ സംഘടനയിലെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. രാകേഷ്, ആന്റോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, ആഷിഖ് ഉസ്മാൻ, ഷെർഗ,
ആൽബിൻ ആന്റണി, എബ്രഹാം, തോമസ് തിരുവല്ല, ഈ ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ സംഘടന സിനിമയിൽ ചെയ്യാത്തവരാണെന്ന് പറയുന്നത്? നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതും സംഘടനയിൽ ഒരു സിനിമയുടെ വിഷയം വരുമ്പോൾ അതിൽ വളരെ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസറിന് വേണ്ടിയും മറ്റ് ടെക്നീഷ്യൻസിന് വേണ്ടി ഇടപെടുന്നവരാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുള്ളവർ. ഫെഫ്കയിലും തീർച്ചയായിട്ടും വന്ന് ഇടപെടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വളരെ അനുഭാവപൂർവ്വം ഇതെല്ലാം അനുരഞ്ജനത്തിന്റെ പാതയല്ലേ ഞങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്ത് തീർക്കുന്നത്. അത്തരം ചർച്ചകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ വളരെ നന്നായി കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ പറയുമ്പോൾ ആർക്കാണ് ഇത് വിഷയം? ഒരു പ്രശ്നമുണ്ട് എന്നത് പറയുമ്പോൾ അത് ചർച്ച ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ ആരാർക്ക് ചുമതലപ്പെടുത്തി എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. സംഘടനാ തലത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് കുമാർ. ഇവിടെ ഇരിക്കുന്നത് സിയാദ് കോക്കർ. അവരെയൊക്കെ ചുമതലപ്പെടുത്തുന്നത് അവരെന്താ വെറുതെ വന്നിരുന്ന് അവർ സംസാരിക്കുന്നതാണോ? ആ ചുറ്റുവട്ടത്തിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം നോക്കി നോക്കൂ. ഇവരെല്ലാവരും ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ എന്താണ്? ആ സ്ഥാനത്തിരിക്കുന്നവർ, തൊട്ടപ്പുറത്തിരിക്കുന്നവരെല്ലാം ഇതേ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരല്ലേ, ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? ഇവരെല്ലാരും കൂടെ ഒന്നായി എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനത്തിൽ പെടുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല, ആരും നിഷേധിച്ചിട്ട് പോലുമില്ല. വിജയകുമാറേട്ടൻ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല, സിയാദ് നിഷേധിക്കില്ല, അവിടെ ഇരിക്കുന്ന ആരും നിഷേധിക്കില്ല. അപ്പം അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വളച്ചൊടിച്ച് പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം അമ്മ നാദനിലെ കളരിയാണെന്ന് പറഞ്ഞിട്ടേ, അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. പറയാത്ത കാര്യം എങ്ങനെയാണ് ആ പത്രസമ്മേളനത്തിന് വരുന്നത്? കലക്കവെള്ളത്ത് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, കുത്തിത്തിരിപ്പുകാർ ഉണ്ട്, അറിയാമല്ലോ. അത് ഞാൻ പറയാതെ തന്നെ സന്ദീപിന് അറിയാലോ. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിജയകുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫിൻ്റെ മൗനം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ആൻ്റണി പെരുമ്പാവിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ സുഹൃത്തും നിർമ്മാതാവുമായ ശ്രീ ആൻഡോ ജോസഫ് പ്രസിഡൻ്റായിരിക്കെ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ സുരേഷ് കുമാറിൻ്റെ സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ആൻഡോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്നാരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല. ശ്രീ ആൻഡോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും എന്നാണ്. അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രീ വിജയകുമാർ. ശ്രീ വിജയകുമാർ കേൾക്കാമോ? ഞാൻ ചോദ്യം സന്ദീപിലേക്ക് കൈമാറാണ്. സന്ദീപേ അതിലാണിപ്പോൾ പിടിച്ചിരിക്കുന്നത് മെയിനായിട്ട്. ആൻഡോ ജോസഫ് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹത്തിന് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചിത്രീകരിക്കുന്നു. ഈ മൗനം സമ്മതം എന്നും പറയും, അപ്പൊ മൗനം വിയോജിപ്പാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായി ഞങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാ ദിവസവും, ഇന്നും എനിക്ക് തോന്നുന്നു 5 or 8 പ്രാവശ്യം അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാവരും ഫോണിൽ അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ മൗനം ഒന്നുമല്ല. അദ്ദേഹം 100% അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയുടെ പല കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ദില്ലിയിലാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമയുടെ തിരക്കുകൾക്ക് മൂലമാണ് അദ്ദേഹം ഇവിടുന്ന് ലീവ് പോലും പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ മൗനം ഒരിക്കലും വിയോജിപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം 100% സിനിമാ വ്യവസായത്തിന്റെ എല്ലാ ഓളവും പരപ്പും അറിഞ്ഞ് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വ്യവസായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായി അറിയാവുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതേ വിഷയങ്ങൾ അദ്ദേഹവും നേരിടുന്നതാണ്, പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. അത് രമ്യതയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിഷമതകളുണ്ട്. ആ വിഷമതകൾ അദ്ദേഹം പറയാറുമുണ്ട്. അപ്പൊ അതും ഇതുമായി ഒന്നും നമുക്ക് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു വിയോജിപ്പുമില്ല. ഞങ്ങൾ ദൈനംദിനം സംസാരിക്കുന്നവരാണ് എല്ലാവരുമായിട്ടും. ശ്രീ ആൻഡോ ജോസഫും ശ്രീ സുരേഷ് കുമാർ, ശ്രീ രാകേഷ് ഞാനുമായി സംസാരിക്കാറുണ്ട്, സിയാദക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ടും ലിസ്റ്റിനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ഭാരവാഹികളും, ഞങ്ങൾ ഓഫീസ് ബെയറേഴ്സ് നിരന്തരം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് പാടെ ഞങ്ങൾ തള്ളുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, വിഷയമേ ഇല്ല. ശ്രീ വിനുഗിരിയത്തെ, ഈ കോടി ക്ലബ്ബുണ്ടല്ലോ, അതൊരു വിഷയമാക്കിയിട്ടുണ്ട് ഇപ്പം. അതായത് ഒരു മലയാള സിനിമ പോലും 100 കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്ന സുരേഷ് കുമാറിൻ്റെ പ്രസ്താവന, അത് മലയാള സിനിമയെ ഇകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭാഷ്യം അതിന് കൊടുത്തിട്ടുണ്ട്. ഈ 100 കോടി ക്ലബ്ബിൽ ചിത്രം വന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ പറഞ്ഞത് 100 കോടി ക്ലബ്ബിൽ സിനിമകൾ വന്നിട്ടില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തം ഇവിടെ പരസ്പരം മാറ്റി പറഞ്ഞാണ്. അതായത് 100 കോടി നിർമ്മാതാവിന് കിട്ടി എന്നല്ല, 100 കോടി നോക്കൂ, ഒരു 100 കോടി കളക്ട് ചെയ്താൽ അതിൽ 40% ടാക്സ് പോകുന്നു, ബാക്കി ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകുന്നു, തിയേറ്റർ ഉടമയ്ക്ക് പോകുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നിർമ്മാതാവിന് എന്ത് കിട്ടും? അതാണ്. അല്ലാതെ 100 കോടി കിട്ടി നിർമ്മാതാവ് കോളടിച്ച് 100 കോടി കിട്ടിയെന്നല്ല. സുരേഷ് കുമാർ എടുത്തു പറയുന്നുണ്ടല്ലോ, സൂപ്പർ സ്റ്റാർസ് പടങ്ങളൊക്കെ അധികം നഷ്ടങ്ങൾ വരാറില്ല. കാരണം മോഹൻലാലിന് എത്ര രൂപ കൊടുത്താലും നഷ്ടമില്ല. പല രീതിയിൽ ഇൻകം അതിൽ നിന്ന് വരുന്നുണ്ട്. അട്ടർ ഫ്ലോപ്പ് ആണെങ്കിൽ മാത്രമേ പൈസകൾ അവരുടെയൊക്കെ പടങ്ങൾ പോകുന്നുള്ളൂ. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നുള്ളൂ. സുരേഷ് കുമാർ അതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സിനിമയിലെ ചെലവുകൾ നിയന്ത്രിക്കണം. അദ്ദേഹം എടുത്തു പറഞ്ഞല്ലോ, കോടികൾ വാങ്ങിക്കുന്ന സംവിധായകരെക്കുറിച്ച് പറഞ്ഞല്ലോ, ആരും പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. കോടികൾ വാങ്ങിക്കുന്ന തിരക്കഥാകൃത്തുക്കളെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. താരങ്ങളെ പറയുമ്പോൾ മാത്രം എന്താ, അദ്ദേഹം എടുത്തു വേണ്ട മോഹൻലാലിൻ്റെ പടമൊക്കെ ചെയ്താൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുന്നില്ല, മോഹൻലാലിന് പൈസ കൊടുക്കാം, ശരിയാണ്. എന്നാൽ നഷ്ടം വന്നാൽ ചിലപ്പോൾ വലിയ, അതുകൊണ്ട് അദ്ദേഹം നല്ല കൂടുതൽ നല്ല രീതിയിൽ സഹകരിക്കുക. അതായത് ബാക്കി ചിലവുകൾ എങ്ങനെ ചുരുക്കാം. കാരവാൻ സംസ്കാരം, ഞാൻ പറഞ്ഞില്ലേ, ചില ലൊക്കേഷനിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലെയാണ് കാരവാൻ കിടക്കുന്നത്, ഓരോ താരത്തിനും ഓരോ കാരവാൻ. അപ്പം അതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം. ഒരു നടൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ബ്രാൻഡഡ് ഷർട്ടേ ഇടുകയുള്ളൂന്നേ. കാക്കിയാണ് ഇടുന്നത്, പക്ഷെ അത് ബ്രാൻഡഡ് തന്നെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ 1800 രൂപ 2000 രൂപ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇതുവരെ 150 രൂപ കൂടുതലോ അല്ലെങ്കിൽ 300 രൂപ കൂടുതലോ ഷർട്ട് ഇടാറുണ്ടോ? അപ്പോൾ അവിടെ കഥാപാത്രത്തിന് ആവശ്യമുള്ള കോസ്റ്റ്യൂമല്ല ഇടുന്നത്. ഷൂസ്, ചെരുപ്പ്, വാച്ച്, ഇതെല്ലാം മാറി മാറി ലക്ഷങ്ങളുടെ ഡ്രസ്സുകൾ, ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിച്ചിട്ട് ലേബൽ ഊരി കളയുന്നുണ്ട് ചില നടന്മാർ. ഇതിൻ്റെ ആവശ്യം എന്താ? അതൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട്. നേരത്തെ വല്ലിശ്ശേരിയൊക്കെ പറഞ്ഞ പോലെ കൈവിട്ട് പോയി. വളർത്തിയത് നീ, ഇപ്പം നീ കൊല്ലാൻ നോക്കുന്നത് നീ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവർ നിർമ്മാതാക്കൾ തന്നെയാണ് കുറേ പുതുപ്പണവും അല്ലെങ്കിൽ അത്തരക്കാർ ഇവരുടെയൊക്കെ അങ്ങ് ഇതിനു വേണ്ടി ഓച്ചാൽ. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ പല്ലിശ്ശേരി പറഞ്ഞ പോലെ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു, നിർമ്മാണം നിർത്തിവെക്കുന്നു, ചലച്ചിത്ര മേഖല സ്തംഭിക്കുന്നു. പക്ഷേ പറഞ്ഞ താരങ്ങൾ നിർമ്മാതാക്കളാണ്, അവർ മുന്നോട്ട് പോവില്ലേ? സ്വന്തം നിലക്ക് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോവില്ലേ? അല്ല, സ്വന്തം നിലയ്ക്ക് അതാണ് പറഞ്ഞത്, ഇവരെയൊക്കെ നിർമ്മാതാവ് ആക്കിയത് മറ്റു കുറേ നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും കൂടെ, അവരും നിർമ്മാതാവ് ഇവരും നിർമ്മാതാവ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ചാനൽ ചർച്ചകൾ പോലെയല്ല. ഇവർ നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അടുത്ത ഓഫീസിലെത്തും, ഇവർ തമ്മിൽ ചർച്ച ചെയ്യും, ഇവരുടെ സൗഹൃദം നിലനിൽക്കണം. ഇതൊന്നും വലിയ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും അതിൻ്റെ പിന്നിൽ സ്ക്രൂ ചെയ്തെങ്കിൽ അവർ നാറേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു വലിയ പ്രശ്നത്തിലേക്കെങ്ങും പോകില്ല. കാരണം സുരേഷ് കുമാർ പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇഷ്യൂ ആക്കുന്നത്. അതാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടകരമായിട്ട് വരുന്നത്. പറയാത്ത കാര്യങ്ങളെ വെച്ചിട്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ്? അത് നടക്കാൻ പോകുന്നില്ല. ചർച്ചകൾ വരും. ഇനി ഈ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് കാലാകാലമായിട്ട് അനുസൃതമായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് കൂടും. അക്കോമഡേഷൻ നമുക്കറിയാമല്ലോ, പണ്ട് 1 ലക്ഷം രൂപ ഒരു ദിവസത്തെ ടോട്ടൽ ചിലവാണെങ്കിൽ ഇന്ന് മിനിമം 8 ലക്ഷം രൂപയോളം ചിലവ് വരികയാണ് ഒരു ദിവസത്തെ ചിലവ്. എല്ലാം കൂടിയില്ലേ, ഫുഡിൻ്റെ കോസ്റ്റ്, കറണ്ടിൻ്റെ, ഡീസൽ, ജനറേറ്റർ, പിന്നെ കാരവാൻ, ഇങ്ങനെ വസ്ത്രമായാലും എല്ലാം വില കൂടി. അത് കാലത്തിനനുസൃതമാണ്. പക്ഷേ അവിടെ ടോട്ടലി അല്ലാതെ എങ്ങനെ ചിലവുകൾ ചുരുക്കാം? അന്നത്തിൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ജീവിക്കുന്ന അന്നത്തിൽ വേണ്ട നല്ല ഭക്ഷണം കൊടുക്കുക, അതിലൊന്നും ഒരു നിർമ്മാതാക്കളും എതിരുമല്ല. സുരേഷ് കുമാറിൻ്റെ ഒക്കെ ലൊക്കേഷനിലെ ഫുഡിനെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാം. അവരെല്ലാം വളരെ മാന്യമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ സൂപ്പർ താരങ്ങൾ ഒന്ന് കുറച്ചുകൂടെ ഞങ്ങൾ ഒരല്പ പ്രതിഫലം കുറയ്ക്കാം, അല്ലെങ്കിൽ പോട്ടെ, ഈ നേരത്തെ പല്ലിശ്ശേരി പറഞ്ഞ പോലെ ഒരു 80% ആദ്യം തരൂ, ബാക്കി റിലീസ് ഹിറ്റാണെങ്കിൽ ഞങ്ങൾക്ക് 20-30 വേണേൽ 10% കൂടുതലും മേടിക്കൂ. അങ്ങനെയൊക്കെ ഒരു പരസ്പര ധാരണയിൽ പോയാൽ ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാവും. കുറച്ച് പേർക്ക് മാത്രം പോരല്ലോ തൊഴിൽ. പിന്നെ തിരക്കഥാകൃത്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് കാലാനുസൃതമായി അവരുടെ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ
അവർ പൈസ ചോദിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. മാട്ടുപ്പെട്ടി മച്ചാൻ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിക്കുമ്പോൾ ഷൂട്ടിംഗ് മുടങ്ങി. ജോസ് തോമസ് എന്നെ വിളിച്ച് പറഞ്ഞു ഷൂട്ടിംഗ് നടക്കുന്നില്ല. കാരണം എന്താ പറയുമോ, റഫ് ആൻഡ് ടഫിൻ്റെ ജീൻസ് ഇല്ലാത്തതുകൊണ്ട് മുകേഷ് അഭിനയിക്കില്ല എന്ന്. ഞാൻ നേരെ ലൊക്കേഷനിൽ പോയിട്ട് മുകേഷ് ഞാൻ ഒരു തിരക്കഥാകൃത്താണ്, ഞാൻ നിങ്ങളെ വെച്ച് അന്ന് മുകേഷ് കുറേ പടങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയമാണ്. മുകേഷേ നിങ്ങളിതൊന്ന് സഹകരിക്കേ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ മുകേഷ് എന്തോ ഒരു ഡയലോഗ് എങ്ങനെയാണ് പോട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ മുകേഷ് പടം ഹിറ്റായപ്പോൾ എൻ്റെ കൂടെ 12 ദിവസം ഓൾ കേരള ടൂർ വന്നു. അപ്പോൾ ഇത്തരം തർക്കങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ. അതിനുശേഷം മുകേഷ് എത്ര ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ചു. അവിടെ ഞാൻ പറഞ്ഞു അയ്യോ തന്നെ എന്നാൽ ഇപ്പോൾ പോയി റഫ് ആൻഡ് ടഫ് വാങ്ങിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചിരുന്നെങ്കിൽ എനിക്കേ പൈസ പോവുള്ളൂ. അവിടെ റഫ് ആൻഡ് ടഫും കൊടുത്തില്ല, ഷൂട്ടിങ്ങും നടന്നു. അപ്പോൾ ഇത് കുറേയൊക്കെ നിർമ്മാതാക്കളും ഒക്കെ വിചാരിക്കണം എന്ന് എൻ്റെ പൈസയാണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇല്ലാത്ത ഒരു നാഴിയിൽ കൊള്ളുന്നതല്ലേ പറ്റുള്ളൂ, അതിൽ കൂടുതലിട്ട് അതങ്ങ് തൊഴിഞ്ഞു പോവുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പല നിർമ്മാതാക്കൾക്കും സംഭവിച്ചത്. ഒരു ബഡ്ജറ്റ് ഇട്ട് സിനിമ എടുക്കുന്നു, തുടങ്ങിക്കഴിയുമ്പോൾ കൂടുന്നു, അവിടുന്ന് കടം മേടിക്കുന്നു, ഇവിടുന്ന് കടം മേടിക്കുന്നു, അവസാനം പൊട്ടിക്കഴിയുമ്പോൾ വീട് വയ്ക്കുന്നു. താരങ്ങളുടെ കൂടെ വന്ന ഫോട്ടോ മാത്രം ബാക്കി. ഇതെല്ലാം അങ്ങ് പോകും. അവസാനം ഭാര്യയും കാണില്ല, മക്കളും കാണില്ല. ഇതൊക്കെ നേടിയവർ എത്രയുണ്ട് ഇവിടെ ഒന്ന് പറഞ്ഞു. നേടിയ നിർമ്മാതാക്കളുടെ ഒരു ലിസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പോൾ പ്രസൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നാളത്തെ കാര്യം നമുക്ക് പറയാമല്ലോ. ഇതൊരു ഗാംബ്ലിംഗ് ബിസിനസ്സാണ്. ബുദ്ധിയുള്ളവരിപ്പം ജൂബിലി ജോയ് ചേട്ടനൊക്കെ ഒരു പക്ഷേ നിർത്തിപ്പോയതാണ്, അതുകൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഇന്നത്തെ കാലത്ത് അവർക്കൊന്നും പറ്റുന്നില്ല. ഇപ്പം നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞ കാഷ്യറുടെ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യവും ഇല്ല. പണ്ട് നിർമ്മാതാക്കളായിരുന്നല്ലോ, ബാനറുകളുടെ പേരിലല്ലേ സിനിമ ഓടിക്കൊണ്ടിരുന്നത്, താരങ്ങളുടെ പേരിലല്ലല്ലോ. മഞ്ഞുലാസ്, നീല, ഉദയ, അരോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ബാനറിൻ്റെ പേരിൽ ഓടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ശരിയാണ്, കാലം മാറിയിട്ട് ഈ താരങ്ങളെ വളർത്തിയത് ഇവർ തന്നെയല്ലേ. പാലഭിഷേകമൊക്കെ എന്നാ കേരളത്തിൽ വന്നത്, പോസ്റ്ററിൽ നിർമ്മാതാക്കൾ തന്നെയാണ് ചെയ്തു വെച്ചത്. ഇല്ലേ, ഒരു നിർബന്ധപൂർവ്വം ഒരു സിനിമ കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി താരങ്ങൾ ആരായാലും വന്നിരിക്കണം എന്നൊക്കെ ഒരു നിയമം വരണം. അതിന് വേറെ എക്സ്ട്രാ ചിലവും ഫ്ലൈറ്റും ഹെലികോപ്റ്ററും ഒക്കെ കൊടുത്ത നിർമ്മാതാക്കളെ ഞാൻ പറയുകയുള്ളൂ. ഓക്കെ, ശ്രീ പല്ലിശ്ശേരി, പ്രൊഡ്യൂസർമാരുടെ ആ പുഷ്കലകാലം ഇനി തിരിച്ചു വരുമോ സമീപ ഭാവിയിലെങ്കിലും? തിരിച്ചു വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പക്ക തീരുമാനിക്കണം. ഒരു സിനിമയ്ക്ക് ഇത്ര കോടി കവിയാൻ പാടില്ല, അത് എല്ലാവർക്കും ബാധകമാണെന്ന് പറയണം. പിന്നെ വീട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്നവരെ പ്രൊഡ്യൂസറിനെ മുടിക്കാവുന്ന സംവിധാനം ഉണ്ടാക്കരുത്. പിന്നെ കാരവൻ സംസ്കാരം അത് കുറച്ച് കാലമായിട്ട് പൊന്തി വന്നതാണത്. ഒരു കാരവൻ വേണമെങ്കിൽ മുടിക്കാം, എല്ലാവർക്കും അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കാരവൻ ഇങ്ങനെ നിരന്നു കിടക്കാൻ പാടില്ല എന്ന് ആലോചിക്കണം. പിന്നെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ, നമ്പർ ഓഫ് ഡേയ്സ് അത് കൃത്യമായിട്ട് പക്ക ഉണ്ടാകണം. ഇത്ര ദിവസം വേണം, ഇത്ര ദിവസം പ്ലസ് വേണേൽ 5-10 ദിവസം ഇട്ടോ. അല്ലാതെ 50 ദിവസം തീരുമാനിച്ചിട്ട് 100 ദിവസം ആകാൻ പാടില്ല എന്ന് ആലോചിക്കണം. ഒരു പാട്ടെടുക്കാൻ 4 രാജ്യങ്ങളിലേക്കല്ല പോകേണ്ടതെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു സീൻ എടുക്കാൻ ഇന്ന രാജ്യത്ത്, അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ എമൗണ്ട് നോക്കണേക്കാൾ കൂടുതൽ ലൊക്കേഷൻസ് എത്ര വന്നു, വിദേശ രാജ്യങ്ങൾ എത്ര വന്നു എന്ന് പരിശോധിക്കണം എന്ന് ആലോചിക്കണം. അവിടെയാണ് കോസ്റ്റും കൂടിയിട്ടെന്ന് ആലോചിക്കണം. അതൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ. കഥ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് കഥയല്ല ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രങ്ങളിലേക്ക് പോകണം, അവിടെ ഷൂട്ട് ചെയ്യണം, മറ്റ് ചെയ്യണം, ഒരു പാട്ടിൻ്റെ ക്ലോസപ്പ് ഇന്ന രാജ്യത്ത് വേണം, മറ്റൊരു പാസിൻ്റെ ലോങ് ഷോട്ട് വേറെ സ്ഥലത്ത് വേണം. ഇങ്ങനെയൊക്കെ പോയ കാര്യങ്ങൾ തരും. പിന്നെ കടിഞ്ഞാൻ പ്രൊഡ്യൂസർമാരെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണത്. അഭിനയിക്കാൻ വന്നവനെ അഭിനയിക്കുക, കാശ് മേടിക്കുക, തിരിച്ചു പോകുക, അത് പറയാനുള്ള ചങ്കൂറ്റം ഇനിയെങ്കിലും ഉണ്ടായിരിക്കണം. സിനിമ നിയന്ത്രിക്കുന്നത് പ്രൊഡ്യൂസർമാരാണ്. ആദ്യ അവസാനം നിൽക്കുന്നത് സംവിധായകനാണ്. ആ ആർട്ടിസ്റ്റുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കണം. ഈ സിനിമയുടെ കെയർ ഓഫറാവാനാണ് അവർ വളർന്ന് വലുതാകുന്ന ആലോചിക്കണം. പിന്നെ സിനിമ ആർട്ടിസ്റ്റ് നിർമ്മിക്കണമെങ്കിൽ പീക്ക് പീരീഡിലല്ല അവരെടുക്കേണ്ടത്. അവർ ഔട്ട് അവറാകുമ്പോൾ അവർ സിനിമ എടുക്കട്ടെ, അല്ലെങ്കിൽ തുടക്കക്കാർ വരുമ്പോൾ സിനിമ എടുക്കട്ടെ, എന്താ പൊള്ളു അപ്പം അല്ലേ? അപ്പം ഇപ്പോഴത്തെ ആവശ്യം ഇപ്പം പ്രൊഡ്യൂസർമാരോടൊപ്പമാണ് അവർ നിൽക്കേണ്ടതെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച് പണമുണ്ടാക്കുമ്പോൾ ഒരു സൈഡ് ബിസിനസ് വായിക്കൊണ്ട് സിനിമാ നിർമ്മാണം ആ ഒരു മൊണോപ്പൊളി ഉണ്ടാക്കുന്ന പരിപാടി, അതിനും ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണല്ലേ. ഇത്തരം ഒരു ചർച്ചകൾ ഒരുമിച്ചിരിക്കണം. പിന്നെ ചർച്ചയിൽ വേറെ കാര്യമുണ്ട്. ചർച്ചയിൽ എല്ലാവരും കൂടിയിരിക്കും. അത് കഴിഞ്ഞു പോകുമ്പോൾ കാലുവാരോ പാര വയ്ക്കുന്ന കുറേ പേര് അതും നിയന്ത്രിക്കണം എന്ന് ആലോചിക്കണം. പിന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെടണം. സർക്കാർ നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. സർക്കാരിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഇന്ന പ്രതിനിധികളെ ഈ ഡിസ്കഷൻ വയ്ക്കണം എന്നല്ലാണത്. സർക്കാർ ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചാൽ പോരാന്നും പറയണം.
കാരണം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി സിനിമാ സംഘടനകളുടെ പ്രതിനിധികളാണ് വെക്കേണ്ടത്. സർക്കാരിൻ്റെ ആൾക്കാർ വെച്ചോട്ടെ, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കർശനമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ആലോചിക്കണം. അവിടെ തലോടലിൻ്റെ മാത്രം പോരാ, ശബ്ദമുയർത്തണ്ടേ. അപ്പോൾ പഴയ സിനിമയുടെ പുഷ്കരകാലം തിരിച്ചു വരണമെങ്കിൽ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മുറവിളി വേണമെന്നുള്ളതാണിത്. കാരണം ഇവിടെ ഇപ്പം ഇന്ന് കേട്ടതൊക്കെ ആലോചിക്കുക. സിയാദ് പറഞ്ഞു ഇല്ലേ, അതേപോലെ ഒരുമിച്ച് നിന്നാൽ പിന്നെ ഈ സുരേഷിൻ്റെ കാര്യം, സുരേഷിനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. സുരേഷ് ഇവിടെ നിന്ന് വിട്ടു പോയാലും മാപ്പ് പറയുന്ന സ്വഭാവം സുരേഷില്ല. കാരണം സുരേഷ് സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് ആലോചിക്കണം. തല മറന്ന് എണ്ണ തേക്കുന്നവർ സുരേഷിനെയും മറന്നിരിക്കുന്നു, സിനിമയെയും മറന്നു കിടക്കുന്നു. ഇവിടെ സിനിമയാണ് വേണ്ടത്, താരങ്ങളല്ല. ഓക്കെ സന്ദീപ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. 1 മണിക്കൂർ മുമ്പ് ശ്രീ മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആൻ്റണി പെരുമ്പാവൂരിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും എന്നും സിനിമയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത് ഇന്നൊരാളുടെ പുറകിലൊന്നില്ല. ഞങ്ങൾ ഒരു സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന്റെയും സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തിന്റെയും ഒപ്പം തന്നെയാണ് എല്ലാ കൊല്ലവും എല്ലാ കാലഘട്ടത്തിലും നിന്നിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെ എന്റെ മുന്നിൽ നിന്ന് വന്നവരും എന്റെ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാം സിനിമയ്ക്കൊപ്പം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. സിനിമയ്ക്കൊപ്പം ഇന്ന ആളാണ് അതിനകത്ത് ശരി, ഇന്ന ആളാണ് തെറ്റെന്നുള്ളതല്ല. വിമർശനത്തിന് അതീതമാണ് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന ഈ കലയും ഈ വ്യവസായവും എന്ന് നമ്മൾ ഒരു വ്യക്തിയെ മാത്രമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒന്നുമല്ല. ഒരു എല്ലാവരും ശരിയായ ദിശയിലാണ്, ഇന്ന ആൾക്കാരാണ് ശരിയായ ദിശയിൽ എന്ന് പറയുന്നതൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ശരിയായ ദിശയിലേക്ക് വ്യവസായം പോകുന്നില്ല എന്ന് ഇത്രയും കാലം സിനിമാ വ്യവസായത്തിനകത്ത് നിന്ന് കുറച്ച് നിർമ്മാതാക്കളും അല്ലെങ്കിൽ തിയേറ്റർ സംഘടനയും ഈ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ സംഘടനയും ഒരുമിച്ച് പറയുമ്പോൾ, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സംഘടന ഒരുമിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലും ശരിയുണ്ടാവില്ലേ? അപ്പം സിനിമയ്ക്കൊപ്പം എന്ന് അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളോളം പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ സഹയാത്രികൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സതീർത്ഥ്യന്റെ കൂടെ പറയുന്നതിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. സിനിമ എന്ന് പറയുന്ന വ്യവസായം, ഞങ്ങളെല്ലാവരും സിനിമ എന്ന് പറയുന്ന വ്യവസായം നേർവഴിക്ക് വരണമെന്നും നല്ല സിനിമയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഇന്ന ഒരു വ്യക്തിയുടെ പുറകിൽ ഞങ്ങളെല്ലാവരും അണിചേരണമെന്നൊന്നും ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാനിക്കുന്നു. അദ്ദേഹം വലിയൊരു നടനാണ്. മലയാള സിനിമയുടെ ഗതിവിഗതികൾ ശരിക്കും പറഞ്ഞാൽ നിശ്ചയിക്കുന്നതും അല്ലെങ്കിൽ ഗതി മാറ്റിയ വലിയ കമേഴ്ഷ്യൽ നടന്മാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ട്. ഞങ്ങൾ അതിന് 100% മാനിക്കുന്നു. പക്ഷെ വിയോജിപ്പുകൾ തീർച്ചയായിട്ടും തുറന്നു പറയാനായിട്ടുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തിലുണ്ട്. അത് പറഞ്ഞതാണ് സുരേഷ് കുമാർ ചെയ്തത് തെറ്റെങ്കിൽ സുരേഷ് കുമാറിന്റെ കൂടെ അടിയുറച്ച് ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കും, നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരും നിൽക്കും. അതിന്റെ കൂടെ അണിചേരാനായിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കലാകാരന്മാരും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു ചെറിയ വിഭാഗം ആൾക്കാര് അവർക്കൊക്കെ ഈ പറയുന്ന പോലെ വലിയ വിഭാഗം ഫാൻസും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ചിലപ്പം അങ്ങനെയാണ് ഒരു ലാർജർ ഓഡിയൻസ് സുരേഷ് കുമാറിനെതിരെ വരുന്നതെന്ന് തോന്നുന്നു. അപ്പം അത് തീർച്ചയായിട്ടും അതൊരു കാലത്തിന്റെ ഇതാണ്, അത് മാറി വരും. സുരേഷ് കുമാർ പറഞ്ഞത് സത്യമാണെന്നുള്ളത് ശരിക്കുമുള്ള നിർമ്മാണ പ്രക്രിയയിൽ ഇറങ്ങുന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ അവരുടെ മൗനം. അപ്പൊ ആ മൗനം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന്റെ ഒരു സമ്മതമായി തന്നെയാണ് ഞങ്ങളിത് കരുതുന്നത്. ഞങ്ങൾ 100% സുരേഷ് കുമാറിന്റെ കൂടെ അടിയുറച്ച് നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. യെസ്, എന്തായാലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ആശ്രയിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. ഇപ്പോഴുള്ള വിവാദം അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നതായി മാറരുത്. മലയാള സിനിമയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഇൻഡസ്ട്രിയിലെ മുഴുവൻ സംഘടനകളും യോജിച്ച് പ്രവർത്തിക്കണം. പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും ഉണ്ടാകണം. ചുവരുണ്ടെങ്കിലേ ചിത്രമെഴുതാനാവൂ എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നന്ന്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.